സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? കാണുന്നുണ്ട് സർ. ഓക്കെ. ഇനി കുറച്ച് ജോയിൻ ചെയ്യേണ്ടത് നമ്മൾ ക്ലാസ് എപ്പോഴും ഏകദേശം ഒരു 13-14 വരെ കാണാറുള്ളൂ. മൊത്തം 17 പേര് ക്ലാസ്സിലല്ലേ? ഫുള്ളായിട്ട് ആരും എല്ലാവരും ക്ലാസ്സിൽ കാണാറില്ലല്ലോ. എന്തെങ്കിലും റേഞ്ച് പ്രശ്നമുള്ള ആൾക്കാരാണോ? റേഞ്ച് ഇഷ്യൂ ഉണ്ട്. സ്നേഹയ്ക്ക് റേഞ്ച് പ്രോബ്ലം ഉണ്ട്. അല്ല, പക്ഷെ സ്നേഹ ഇടക്ക് കയറുന്നുണ്ട്. അല്ലാണ്ട് തന്നെ നിങ്ങളുടെ ക്ലാസ്സിൽ 17 പേരില്ലേ? ഇപ്പം നമ്മളിപ്പം ഓൺ കോൾ എത്ര പേരുള്ളത്? അതിൽ 2 ഞാൻ തന്നെയാണ്, 2 എൻട്രി എൻ്റെയാണ്. 12 പേരല്ലേ? 13 പേരുണ്ടല്ലേ ക്ലാസ്സിൽ ഇപ്പം? അതെ സർ. മൊത്തം 17 പേരുണ്ടല്ലേ? മൊത്തം നിങ്ങളുടെ ക്ലാസ്സിൽ 17 പേരില്ലേ? അതെ അതെ, ടോട്ടല് 17 പേര്. ഓക്കെ. ഫമീദ വന്നിട്ടില്ലല്ലേ? ഫമീദ അല്ല. പിന്നെ ആരൊക്കെയില്ലാത്തത്? ഐശ്വര്യ, അനഘ, അനീഷ, ആര്യ, ആയിഷ, പിന്നെ ഹുസ്ന വന്നിട്ടില്ല. 2. പിന്നെ ആരൊക്കെയാ? 2 പേരും കൂടി. നീതു ജോയിൻ ചെയ്തിട്ടില്ല. നീതു എന്ന പേര് ഞാൻ അധികം കാണാറില്ലല്ലോ ഈ ലിസ്റ്റില്. വേറെ ആരെങ്കിലും ഉണ്ടോ? ഒരാളും കൂടി ഇല്ലേ? ഷിഫ. ഓക്കെ. സ്നേഹ ഇടയ്ക്ക് ഞാൻ കാണാറുണ്ട് ഇതിനകത്ത്. ഞാൻ നോക്കുമ്പോൾ ലിസ്റ്റ് നോക്കുമ്പോൾ ഇപ്പൊ തന്നെ കുറച്ച് പേരില്ല. ആകെ 14 പേരുണ്ട്. അതിൻ്റെ അകത്ത് 2 പേര് രണ്ടാൾ ഞാൻ തന്നെയാണ്. അപ്പം നമുക്കിത് 12 പേരെങ്ങാണ്ടേ ഉള്ളൂ തോന്നുന്നു അല്ലേ ക്ലാസ്സിലുള്ളവർ. ഓക്കെ. എനിവേ ബാക്കിയുള്ളവർ ജോയിൻ ചെയ്യാൻ പറയാം. നിങ്ങൾ കയറാത്തവരോട് പറയാം ക്ലാസ്സിൽ കയറാൻ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ലീനിയർ ട്രാൻസ്ഫോർമേഷൻസ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ക്ലാസ് കേട്ടോ? അന്നത്തെ ക്ലാസ് കേട്ടോ എല്ലാവരും? കോർഡിനേറ്റ്സിൻ്റെ ഇന്നലെ നിങ്ങൾ കേട്ടിട്ട് ഉത്തരം പറയാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നെ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ടോ. എല്ലാവരും കേട്ടോ ക്ലാസ്? സർ കേട്ടിട്ടില്ല. കേട്ടിട്ടില്ലേ? ഇല്ല, ഇന്ന് കോളേജിൽ ഒരു ഫംഗ്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാരും അതിന്റെ തിരക്കിലായിരുന്നു. നാളെ മുതൽ ഇനി എല്ലാരും കേൾക്കും. ഓക്കെ. അതിന്റെ ഒരു പ്രശ്നം. നാളെ സാറ് ക്വസ്റ്റ്യൻ ചോദിച്ചോളൂ. നാളേക്ക് ശരിയാക്കാം. ഓക്കെ. നമുക്ക് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ നോക്കാം ഇന്ന്. വിൽ ഡിസ്കസ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻസ്. അപ്പം ഡെഫിനേഷൻ എന്താണെന്ന് വെച്ചാൽ 2 വെക്ടർ സ്പേസ് നിങ്ങൾ എടുക്കുകയാണ്, വിയും ഡബ്ല്യു ഓവർ സെയിം ഫീൽഡ് ഡബ്ല്യു ഓവർ എഫ്. 2 വെക്ടർ സ്പേസ് എടുക്കുകയാണ്. ദെൻ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഫ്രം വി ടു ഡബ്ല്യു, അതായത് നമ്മൾ ടി ഡിഫൈൻ ചെയ്യാണ്. ഫ്രം വി ടു ഡബ്ല്യു ഈസ് എ ഫംഗ്ഷൻ ഫ്രം വി ടു ഡബ്ല്യു സച്ച് ദാറ്റ് ഇറ്റ് ഷുഡ് സാറ്റിസ്ഫൈ എ കണ്ടീഷൻ. ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആയിരിക്കും. അതായത് ടി ഓഫ് സി ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സി ടൈംസ് ടി ആൽഫ പ്ലസ് ടി ബീറ്റ കിട്ടണം. ഫോർ ഓൾ ആൽഫ ബീറ്റ ഇൻ വി ആൻഡ് ഫോർ ഓൾ സി ഇൻ എഫ്. എഫിലുള്ള എല്ലാ സിക്കും വിയിലുള്ള എല്ലാ ആൽഫ ബീറ്റ മീൻസ് ടു ടേക്ക് ഓൾ ദ ആൽഫ ആൻഡ് ബീറ്റ, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നൊരു ടി, ഒരു ഫംഗ്ഷൻ ടി നമ്മൾ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എന്ന് വിളിക്കും. ലീനിയാരിറ്റി കണ്ടീഷനാണ്. അതായത് സി ആൽഫ പ്ലസ് ബീറ്റ പറഞ്ഞാൽ എവിടെയുള്ള വെക്ടറാണ്? സി ആൽഫ പ്ലസ് ബീറ്റ. ഈ സി ആൽഫ പ്ലസ് ബീറ്റ എവിടെയുള്ള വെക്ടറാണ്? വിയിലുള്ള വെക്ടറാണ് അല്ലേ? കാരണം ആൽഫയും ബീറ്റയും വിയിലുള്ള വെക്ടറാണ്. സി ആൽഫ വിയിലെ വെക്ടറാണ്. അപ്പോൾ സി ആൽഫ പ്ലസ് ബീറ്റയും വിയിലെ വെക്ടർ തന്നെയാണ്. ഓക്കെ. അപ്പം ടി ഓഫ് ദാറ്റ് വെക്ടർ നമുക്ക് കണ്ടുപിടിക്കും. നമുക്ക് എന്ത് കിട്ടണം? സി ടൈംസ്
ടി ആൽഫ പ്ലസ് ടി ബീറ്റ എന്ന് കിട്ടണം. ഈ ടി ആൽഫ എവിടെയുള്ള വെക്ടറാണ്? ടി ആൽഫ അല്ലെങ്കിൽ ടി ഓഫ് ആൽഫ ഡബ്ല്യൂയിലുള്ളല്ലേ? കോഡൊമൈനിലുള്ള അല്ലേ? അതായത് ഡബ്ല്യൂലുള്ള ഒരു വെക്ടറാണ്. കോഡൊമൈൻ അല്ല, ഇതിന്റെ റേഞ്ചിലുള്ള, ടീന്റെ റേഞ്ചിലുള്ള അല്ലേ? ടി ബീറ്റ പറഞ്ഞാലും ടീന്റെ റേഞ്ചിലുള്ള വെക്ടറാണ്. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ if you take this case, നമ്മളെ വി എന്ന് പറയുന്നത് ഞാൻ R2 over R എടുത്തു and V and W both I am taking as R2 over R. Okay, രണ്ടും R2 over R എടുക്കുന്നത് വെക്ടർ സ്പേസ് R2 over R എടുക്കുകയാണെങ്കിൽ ഞാനൊരു ആൽഫ എടുത്തു, എക്സ് വൈ, ബീറ്റ എടുക്കുകയാണ് ZW. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ റിസൾട്ട് എന്താ പറയുന്നത് വെച്ചാൽ ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടി ഫ്രം, ഈ കേസിൽ നമ്മൾ W ആണ് V എന്ന് എടുത്തിരിക്കുന്നത്, അപ്പോൾ ടി ഫ്രം V to V വിച്ച് സാറ്റിസ്ഫൈസ് എ കണ്ടീഷൻ ടി ഓഫ് സി ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാൽ സി ടി ആൽഫ പ്ലസ് ടി ബീറ്റ ആയിരിക്കണം. ഇപ്പൊ ടി ആൽഫ എന്ന് ഉദ്ദേശിക്കുന്നത് ടി ഓഫ് ആൽഫ തന്നെയാണ്, ടി ഓഫ് ബീറ്റ ഉദ്ദേശിക്കുന്നത് ടി ഓഫ് ബീറ്റ, അതായത് ടി ഓഫ് ആൽഫ എന്ന് എഴുതാം, ഇല്ലെങ്കിൽ ടി ആൽഫ എഴുതാം, എന്തെങ്കിലും കുഴപ്പമില്ല, രണ്ടായാലും ഒന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം ഞാനൊരു ട്രാൻസ്ഫോർമേഷൻ പറയാം, നമുക്ക് നോക്കാം ലീനിയർ ആണോ അല്ലേ. അപ്പം ടി ഓഫ് x1 x2 എന്ന് പറഞ്ഞാൽ x1 പ്ലസ് x2 x2, ഇത് നമ്മൾ ഡിഫൈൻ ചെയ്ത് ശരിക്കും എന്താ പറയുക, ഇവിടുന്ന് എങ്ങോട്ടാണ് R2 over R എന്ന് R2 over Rലേക്ക് തന്നെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്തത്. ഈ മാപ്പിംഗ് നമ്മൾ T ഈസ് ഡിഫൈൻ ഫ്രം R2 over R to R2 over R അല്ലേ? കാരണം നോക്കി നിങ്ങൾ ഇവിടുത്തെ ഈ ഇത് എവിടെയുള്ള എൻട്രിയാണ്? ഈ എൻട്രി നമ്മൾ എടുക്കുന്ന ടി ഓഫ് x1 x2 വരുന്ന എവിടെയുള്ള എൻട്രിയാണ്? R2 എൻട്രിയാണ് അല്ലേ? ഓർഡേഡ് പെയർ ആണ്, R2 എൻട്രിയാണ്. നമുക്ക് കിട്ടിയ എന്താണ്? അതും ഒരു ഓർഡേഡ് പെയർ ആണ് അല്ലേ? ഇതും R2 എൻട്രിയാണ്. ഞാൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ടി ഓഫ് x1 x2. ഇനി ഇത് വന്നല്ല, ടി ഓഫ് x1 x2 എന്ന് പറഞ്ഞാൽ ഞാൻ ഡിഫൈൻ ചെയ്തത് x1 പ്ലസ് x2 x2 എന്നായിരുന്നു അല്ലേ? അപ്പൊ നമുക്കിവിടെ ചെക്ക് ചെയ്യേണ്ട കണ്ടീഷൻ എന്താ വെച്ചാൽ ടി ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ് ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ കാണിക്കേണ്ടത് എന്താ വെച്ചാൽ ഒരു ആൽഫയും ബീറ്റയും നമ്മൾ വിന്ന് എടുക്കണം, ജനറൽ ആയിട്ട് ഒരു സി എഫ് എന്നും എടുക്കാം. നമ്മൾ കാണിക്കേണ്ടത് ടി ഓഫ് സി ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാൽ സി ഇൻറ്റു ടി ആൽഫ പ്ലസ് ടി ബീറ്റ എന്ന് കാണിക്കണം. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ടികളൊക്കെ നമ്മൾ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എന്ന് വിളിക്കും. അപ്പോൾ ഈ കേസിൽ നമുക്ക് എടുക്കാം, നമുക്ക് ആൽഫേനെ നമുക്ക് y1 y2 എടുക്കാം, ബീറ്റ നമുക്ക് z1 z2 എടുക്കാം. സി ലെറ്റ് ബി സം കോൺസ്റ്റന്റ് ഫ്രം ദ ഫീൽഡ്. ഓക്കെ, നമുക്കിത് എന്താ നോക്കാം. അപ്പോൾ ടി ഓഫ് സി ആൽഫ പ്ലസ് ബീറ്റ, അത് സി ഇൻറ്റു ആൽഫ. ആൽഫ എന്താ അവിടെ? ആൽഫ ഇസ് y1 y2 സി ആൽഫ പ്ലസ് ബീറ്റ. ബീറ്റ പറഞ്ഞാൽ z1 z2. ഇത് നമ്മൾ കാണണം. എന്നിട്ട് നമ്മൾ വെരിഫൈ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ അത് ഈക്വൽ ടു ഇതാണോ നോക്കണം. അപ്പൊ ടി ആൽഫ എന്താ വരിക? ഈ ടി ആൽഫ പറഞ്ഞ വേറെ ഒന്നുമല്ല, ടി ഓഫ് നമ്മൾ ആൽഫ എന്താ നമ്മൾ എടുത്തത്? y1 y2 അല്ലേ? y1 y2 ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു തന്നിട്ടുണ്ട്. എന്താണ്? ഇപ്പൊ ടി ഓഫ് x1 x2 ഡിഫൈൻഡ് എങ്ങനെയാണ്? x1 പ്ലസ് x2 x2 എന്നാണ്. അപ്പൊ ടി ഓഫ് y1 y2 ഡിഫൈൻ ചെയ്ത് നമ്മൾ y1 പ്ലസ് y2 y2 സെയിം. ഓക്കെ, ഇനി അതുപോലെ ടി ബീറ്റ എന്ത് വരും? ബീറ്റ എന്ന് പറഞ്ഞാൽ z1 z2 ആണ്. അപ്പൊ ടി ബീറ്റ എന്ത് വരും?
Z1 plus അതെ comma z1 പ്ലസ് z2 കമ z2 എന്ന് വരും. സെയിം, അതായത് ഇവിടെ x1 x2 സ്ഥലത്ത് y1 y2 ആവുന്നു, അതുപോലെ z1 z2 ആവുന്നു. അപ്പോൾ എന്താണോ ഔട്ട്പുട്ട് വരുന്നത് ഫംഗ്ഷന്റെ ഇതാണ്, അതുകൂടെ എടുത്ത് എഴുതാം, അത്രേ ഉള്ളൂ. അപ്പോൾ ടി ആൽഫയും ടി ബീറ്റയും കിട്ടി. ഓക്കെ, ഇനി ഇതെന്താ ശരിക്കും വരിക? ടി ഓഫ് ഈ ടേം എന്താ വരിക? ഇത് എന്താ വരിക? എഴുതുകയാണെങ്കിൽ CY1 CY2 പ്ലസ് Z1 Z2 എന്നാ വരിക അല്ലേ? അത് ശരിക്കും എന്താ? ഇവിടെ എനിക്ക് എഴുതാൻ സ്ഥലമില്ല, ഇതൊന്ന് മായ്ക്കുന്നുണ്ട്. അപ്പം ഈ സംഭവം എന്താ വരിക? ടി ഓഫ് CY1 പ്ലസ് Z1 കമ CY2 പ്ലസ് Z2 ഇങ്ങനെ വരാം അല്ലേ? ഇത് ആഡ് ചെയ്താൽ ഓർഡർ പെയർ ആഡ് ചെയ്തല്ലേ, കോമ്പൗണ്ട് വൈസ് ആഡ് ചെയ്യുക, ഇങ്ങനെ കിട്ടും. അപ്പം ഇത് നമ്മൾ അതുപോലെ തന്നെ ഇവിടെ നമ്മൾ എന്താ ചെയ്യുക, ഈ ഓപ്പറേഷൻ നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ എന്താ വരിക അവിടെ? ഇവിടെ നിങ്ങൾ x1 എന്ന് പറഞ്ഞാൽ ഈ ഫുൾ ടേം ആണ്, x2 പറഞ്ഞാൽ ഈ ഫുൾ ടേം ആണ്. അപ്പോൾ എന്താ വരിക? എന്താണോ ഫസ്റ്റ് കോർഡിനേറ്റിലുള്ളത് അത് പ്ലസ് എന്താണോ സെക്കൻഡ് കോർഡിനേറ്റിലുള്ളത് ആണ് ഈ ഫംഗ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ CY1 പ്ലസ് Z1 പ്ലസ് CY2 പ്ലസ് Z2 ആമ x2, അതായത് CY2 പ്ലസ് Z2 എന്ന് വരും അല്ലേ? അപ്പൊ നമുക്കിപ്പോ എന്തൊക്കെ കിട്ടിയ, നമുക്കിപ്പോ ഇത് കിട്ടിയ വേറെ ഒന്നുമല്ല, ഇതെന്തായിരുന്നു? ടി ഓഫ് സി ആൽഫ പ്ലസ് ബീറ്റ ആയിരുന്നു നമ്മൾ ഈ എഴുതിയിരിക്കുന്ന സാധനം. ഓക്കെ, നമുക്ക് കാണിക്കേണ്ട എന്തായിരുന്നു? ടി ഓഫ് സി ആൽഫ പ്ലസ് ബീറ്റ ഷുഡ് ബി ഈക്വൽ ടു സി ടൈംസ് ടി ആൽഫ പ്ലസ് ടി ബീറ്റ. ഞാൻ പറഞ്ഞത് വേണമെങ്കിൽ നിങ്ങൾക്ക് ബ്രാക്കറ്റ് ഇടാം, ഇല്ലെങ്കിൽ നിങ്ങൾ ബ്രാക്കറ്റ് ഇടാതെ എഴുതാം, കുഴപ്പമൊന്നുമില്ല. ടി ആൽഫിനെ ഉദ്ദേശിക്കുന്നത് ടി ആക്ടിങ് ഓൺ ആൽഫ എന്നാണ്, അതായത് ടി ഓഫ് ആൽഫ. ഓക്കെ, കുഴപ്പമൊന്നുമില്ല, രണ്ട് നോട്ടേഷൻസ് വേണമെങ്കിൽ യൂസ് ചെയ്യാം നിങ്ങൾക്ക്. അപ്പോൾ ഈ കേസിൽ ഇതാ നമുക്ക് കാണിക്കേണ്ടത് ശരിക്കും. അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ എന്ത് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്? നമ്മൾ ഇത് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, നമുക്ക് കണ്ടുപിടിച്ച് നമുക്ക് ഇത് കിട്ടി. ഇനി നമ്മൾ ഇതും കൂടി കാണാം, ഈ സംഭവം, ഈ ഒരു ടേം കൂടി കാണാം. നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഇവിടെ ടി ആൽഫ കണ്ടുവച്ചു, അതുപോലെ ഈ വേണ്ട ടി ബീറ്റയും കണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് സി ഇൻറ്റു ടി ആൽഫ പ്ലസ് ടി ബീറ്റ കണ്ടാൽ മതി. സി ഇൻറ്റു ടി ആൽഫ പ്ലസ് ടി ബീറ്റ കാണാം, സി ഇൻറ്റു ടി ആൽഫ അല്ലേ? ഇത് സി ടൈംസ് ടി ആൽഫ. സി ഇൻ ടി ആൽഫ പറയുമ്പോൾ സി ഇൻറ്റു ടി ആൽഫ നമുക്കറിയാം y1 പ്ലസ് y2 ആണെന്നറിയാം, പ്ലസ് ടി ബീറ്റ. ടി ബീറ്റ പറയുമ്പോൾ Z1 പ്ലസ് Z2 Z2 എന്ന് വരും. ഓക്കെ, ശരിയല്ലേ? ഓക്കെ, അപ്പം നമുക്ക് എന്താ കിട്ടുക? ഇതെന്താ കിട്ടുക? ഇസ് ഈക്വൽ ടു, ഇത് കോൺസ്റ്റന്റ് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം നമ്മൾ അല്ലേ? അപ്പം സി ടൈംസ് y1 പ്ലസ് y2 y2 പ്ലസ് Z1 പ്ലസ് Z2 Z2 എന്ന് വരും. ഇതെന്ത് കിട്ടും? CY1 പ്ലസ് CY2 y2 പ്ലസ് Z1 പ്ലസ് Z2 എന്ന് കിട്ടും. സെക്കൻഡ് സ്റ്റെപ്പ് സി മൾട്ടിപ്ലൈ y2 മൾട്ടിപ്ലൈ y2ലേക്ക് മൾട്ടിപ്ലൈ ചെയ്തിട്ടില്ല അല്ലേ? ഓക്കെ, സി ഇവിടെ വരും, ശരി, രണ്ട് കോർഡിനേറ്റ്സിൽ മൾട്ടിപ്ലൈ ആണല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ അങ്ങനെ കിട്ടി. അത് ജസ്റ്റ് ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും നോക്കാം. ഇതെന്താ കിട്ടുക? അപ്പോൾ ആഡ് ചെയ്താൽ എന്താ മീൻസ് ഇത് ചെയ്താൽ എന്താ കിട്ടുക? ഓപ്പറേഷൻ എന്താ കിട്ടുക? CY1 പ്ലസ് സി കോമ്പൗണ്ട് വൈസ് CY2 പ്ലസ് Z1 പ്ലസ് Z2, മറ്റത് CY2 പ്ലസ് Z2 എന്ന് കിട്ടും. അപ്പോൾ ഇത് രണ്ടും സെയിം ആണോ? നമുക്ക് ശരിക്കും കാണിക്കേണ്ട ഇതാണ്, ടി ഓഫ് സി ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞ സാധനം സി ഇൻറ്റു ടി ആൽഫ പ്ലസ് ടി ബീറ്റ എന്ന് കാണിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ആദ്യം നമ്മൾ ഇത് കണ്ടുപിടിച്ചു, ഈ സംഭവം കണ്ടുപിടിച്ചു, അതാണ് ഇവിടെ കണ്ടുപിടിച്ചിരിക്കുന്നത്. നമുക്ക് ഇത് കിട്ടി. ഇനി നമ്മൾ സെയിം ആണ് അല്ലേ? പിന്നെ നമ്മൾ ഇത് കണ്ടുപിടിച്ചു, അതവിടെ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നു, നമുക്ക് കിട്ടി. അപ്പോൾ ഇത് ശരിക്ക് ഈ ഒരു ടേമും ഈ ടേം എന്തായാലും ഓക്കെ ആണ്, നമുക്ക് അറിയാണ്ട് ഒന്നും നമ്മൾ എഴുതിയിരിക്കുന്നത്. പക്ഷേ ഈ ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താ എഴുതിയ ഇവിടെ? ഫസ്റ്റ് ടൈം എഴുതിയിരിക്കുന്നത് ഇവിടെ CY1 പ്ലസ് Z1 പ്ലസ് CY2 പ്ലസ് Z2 എന്നാണ്. നമുക്കറിയാം ഈ വെക്ടർ സ്പേസിൽ എന്തുണ്ട്, എന്ത് പ്രോപ്പർട്ടി ഉണ്ട്? കമ്മ്യൂട്ടേറ്റിവിറ്റി പ്രോപ്പർട്ടി ഉണ്ട് അല്ലേ?
So we have this is cy1 plus cy2 plus z1 plus Z1 plus z2. CY2 plus Z. അതായത് ഈ ടേമും ഒന്ന് തന്നെയാണ് അല്ലേ? എക്സാക്ട്ലി ദ സെയിം. ഇത് ശരിക്കും കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടിയാണ് നമ്മൾ ഉപയോഗിച്ചത് ഇവിടെ. എന്ത് പ്രോപ്പർട്ടി ഇപ്പം ഇവിടെ ഉപയോഗിച്ചത് ഞാൻ? ഇത് R2 കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടിയാണ് ഉപയോഗിച്ചത് ഇവിടെ ആണോ? അല്ല വെക്ടറിന്റെ ശരിക്കും എലിമെന്റ്സ് പറഞ്ഞാല് ഒരു എലിമെന്റ് എക്സ് പ്ലസ് വൈ, സോറി എക്സ് വൈ, സെക്കൻഡ് എലിമെന്റ് സപ്പോസ് ആൽഫ ബീറ്റ എന്ന് വിചാരിക്കാം. ഓക്കെ, അല്ല നമുക്കൊരു കാര്യം നമുക്ക് കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് എടുക്കാം. അതായത് ആൽഫ x1 x2 എടുക്കാം, ബീറ്റ y1 y2 എടുക്കാം. അപ്പം R2 കമ്മ്യൂട്ടേറ്റിവിറ്റി പറഞ്ഞാൽ ആൽഫ പ്ലസ് ബീറ്റ ഷുഡ് ബി ഈക്വൽ ടു ബീറ്റ പ്ലസ് ആൽഫ എന്നാണ് അല്ലേ? അതായത് x1 x2 പ്ലസ് y1 y2 എന്ന് പറഞ്ഞാൽ y1 y2 പ്ലസ് x1 x2. ഇതാണ് R2 കമ്മ്യൂട്ടേറ്റിവിറ്റി അല്ലേ? നമ്മളിപ്പോൾ ഇവിടെ ഉപയോഗിച്ചാൽ എന്താ? നമ്മൾ ഈ ഒരു സെൻസിൽ പറയുകയാണെങ്കിൽ നമ്മളിത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? x1 പ്ലസ് y1 x2 പ്ലസ് y2 എന്ന് വെച്ച് should be equal to what? y1 plus x1 comma y2 plus x2. അതായത് ഈ ടേമും സെയിം ആണ് അല്ലേ? കാരണം ഈക്വൽ ടു ആണ്. ഇറ്റ്സ് എക്സാക്ട്ലി സെയിം. ഇതല്ലേ കറക്റ്റ്? ആണേ കറക്റ്റ്. അപ്പൊ നമ്മൾ ശരിക്കും ഇവിടെ ഈ R2 R ക്രോസ് ആറിലുള്ള ഈ ആറിലുള്ള പ്രോപ്പർട്ടി നമ്മൾ ഉപയോഗിച്ചാണ് ശരിക്കും അല്ലേ? ആ കോർഡിനേറ്റിൽ വരുന്ന അഡീഷണൽ പ്രോപ്പർട്ടി ഉപയോഗിച്ചല്ലേ? റൈറ്റ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് കിട്ടി ടി ഓഫ് സി ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാൽ സി ഇൻറ്റു ടി ആൽഫ പ്ലസ് ടി ബീറ്റ എന്ന് കിട്ടി. ഇൻ ജനറൽ കിട്ടി. നമ്മൾ ഇൻ ജനറൽ എടുത്തിരിക്കുന്നത് ഇവിടെ നമ്മൾ ആൽഫ ബീറ്റ ഒക്കെ നമ്മൾ y1 y2 x1 x2 എന്നൊക്കെ എടുത്തത്. കാരണം അവിടെ നമുക്ക് ഏത് നമ്പേഴ്സ് വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ ഇത് ശരിയോ? അപ്പോൾ ഇൻ ജനറൽ നമ്മൾക്ക് അത് പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണെന്ന് കാണിക്കാൻ പറ്റുന്നത് ഇതാണ് നിങ്ങൾ പ്രൂവ് ചെയ്യേണ്ടത്. വേറൊരു എക്സാമ്പിൾ എടുക്കാം. ഇപ്പം ടി ഫ്രം നമ്മൾ നേരത്തെ R2 to R2 എടുത്തത്, നമുക്ക് R2 to R3 എടുക്കാം. ഓക്കെ, ഈ രണ്ട് കേസിൽ ഞാൻ എടുക്കുന്ന ഫീൽഡ് പറഞ്ഞാൽ R തന്നെയാണ്. ഓക്കെ, വെക്ടർ സ്പേസ് is R2, V is R2, W is R3, and the field is taken as R. Let me define one linear transformation. T of xy എന്ന് പറഞ്ഞാൽ ഡിഫൈൻ ചെയ്യുന്നത് x y square. ഓക്കെ, x y square. ഇത് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആവുമോ? ഇത് ശരിക്കും എവിടുന്ന് എങ്ങോട്ട് ഡിഫൈൻ ചെയ്ത് നമ്മൾ ഒരു ആൽഫ എടുത്ത് എവിടുന്ന് R2 എലിമെന്റ് അവിടെ എടുത്തിരിക്കുന്നത്. ഇതൊരു ഓർഡർ ട്രിപ്പിൾ ആണ്, അത് 3 ട്രിപ്പിൾ ആണ്. ഇത് നമ്മൾ R3 എടുത്തു. അപ്പോൾ ഇത് റേഞ്ച് ടീൻ്റെ റേഞ്ചിൽ എലിമെന്റ് ആണ്. അപ്പോൾ നമ്മൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് എങ്ങനെയാണ്? ടി ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ എക്സ് വൈ സ്ക്വയർ ആണ്. അപ്പോൾ ഇത് ശരിക്കും ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആവുമോ എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണോ ചെക്ക് ചെയ്യാനൊക്കെ പ്രോബ്ലംസ് ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പം സിമ്പിളാണ്, ജസ്റ്റ് ആ കണ്ടീഷൻ ചെക്ക് ചെയ്താൽ മാത്രം മതി. നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങൾ വിയിലുള്ള രണ്ട് കൺഫ്യൂഷൻ വരും നിങ്ങൾ എഴുതി ഉണ്ടാക്കുമ്പോൾ. നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ വിയിലുള്ള രണ്ട് എലിമെന്റ്സ് എടുക്കുക. അപ്പോൾ ആൽഫ എടുക്കുക, അപ്പോൾ നിങ്ങൾ അതിനെ x1 x2 എടുക്കുക, ബീറ്റ എടുക്കുക, y1 y2 എടുക്കുക, രണ്ട് എലിമെന്റ്സ് എടുക്കുക. നിങ്ങൾക്ക് കാണിക്കേണ്ടത് എന്താ വെച്ചാൽ ടി ഓഫ് സി ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു സി ഇൻറ്റു ടി ആൽഫ പ്ലസ് ടി ബീറ്റ എന്നാണ് കാണിക്കേണ്ടത്. ലീനിയർ ആണെങ്കിൽ ഇത് ശരിയാവും, ഇല്ലെങ്കിൽ ഇത് ശരിയാവില്ല. അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ആദ്യം ഇങ്ങനെ എഴുതിയതിനു ശേഷം നിങ്ങൾ ആദ്യം ഈ ഒരു ക്വാണ്ടിറ്റി കാണണം. അതിനാദ്യം നിങ്ങൾ ഈ എലിമെന്റ് കാണണം, മീൻസ് ഈ ഒരു എൻറ്റിറ്റി കാണണം. അപ്പോൾ നിങ്ങൾ ആൽഫ എടുത്തു, ബീറ്റ എടുത്തു. അപ്പോൾ നിങ്ങൾ ആദ്യം സി ആൽഫ പ്ലസ് ബീറ്റ എന്താണെന്ന് കാണാം. അപ്പോൾ സി ഇൻറ്റു ആൽഫ പറയുമ്പോൾ x1 x2 പ്ലസ് ബീറ്റ എന്ന് പറയുമ്പോൾ y1 y2 ആണ് സി ആൽഫ പ്ലസ് ബീറ്റ. അത് എന്ത് വരും? സി x1 പ്ലസ് y1 സി x2 പ്ലസ് y2 എന്ന് വരും. ശരിയല്ലേ? ഈ സി ഇവിടെ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ടേമിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ടേം കിട്ടും. ഈ ഓപ്പറേഷൻ, ഈ വെക്ടർ സ്പേസിലുള്ള ഈ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഇവിടെ കിട്ടും. ഇവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ
ഈ ഡെഫിനിഷൻ തന്നെ പറയുമ്പം നമ്മൾ രണ്ട് സ്ഥലത്തും പ്ലസ് നമ്മൾ ഡിനോട്ട് ചെയ്തല്ലോ ഇവിടെ. ഈ പ്ലസ് പറഞ്ഞാൽ ശരിക്കും എവിടെയുള്ള പ്ലസ് ആണത്? ഈ പ്ലസും ഈ പ്ലസും രണ്ട് പ്ലസ് ആണ് അല്ലേ? ഒരേ പ്ലസ് ആണ് രണ്ട് പ്ലസ് എന്ന് പറഞ്ഞാൽ. അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ചിന്തിച്ചാൽ മതി. ടി നമ്മൾ ഡിഫൈൻ ആ ഈ പ്ലസ് പറഞ്ഞാൽ ഇവിടെയുള്ള പ്ലസ് ആണ് ഈ പ്ലസ് അല്ലേ? ഇത് എവിടുത്തെ എലിമെന്റ്സ് ആണ്? വിന്റെ അകത്തുള്ള എലിമെന്റ്സ് നമ്മൾ സം ചെയ്യുന്നത്. ആ പ്ലസ് പറഞ്ഞാൽ ഈ വിയിലുള്ള പ്ലസ് ആണ്. ഇവിടെ ഈ വിക്ക് ഒരു പ്ലസും ഡോട്ടും ഉണ്ടാവും. അതാണ് ഈ പ്ലസ്. ഇവിടെ വരുന്ന ഡോട്ടും സി ആൽഫയുടെ ഡോട്ടും. ഇവിടെ വരുമ്പം വരുന്ന ഈ ഗ്രീൻ പ്ലസ്. ഗ്രീൻ പ്ലസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഡബ്ല്യൂലെ വെക്ടർ സ്പേസിലുള്ള പ്ലസും ഡോട്ടും ആണ്. അപ്പൊ ഇവിടെ ഡോട്ട് വരുന്നത് പറഞ്ഞാൽ ഗ്രീൻ ഡോട്ടാണ്. ഓക്കെ, കാരണം ഈ എലിമെന്റ്സ് ഒക്കെ എവിടെ എലിമെന്റ്സ് ആണ്? ടി ആൽഫയും ടി ബീറ്റയും. അതൊക്കെ നിങ്ങളുടെ റേഞ്ചിൽ എലിമെന്റ്സ് ആണ്. റേഞ്ച് പറഞ്ഞാൽ ഇവിടെ വരിക ഡബ്ല്യൂന്റെ സബ്സെറ്റ് അല്ല വരിക. റേഞ്ച് കോഡമൈൻ ഡബ്ല്യൂ ആണ് ഇവിടെ. ശരിയല്ലേ? ഇറ്റ്. അപ്പൊ അത് മനസ്സിൽ വെക്കണം നിങ്ങൾ. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് എടുത്ത എക്സാമ്പിളിൽ നമുക്ക് രണ്ടും ഒരേ സ്പേസ് ആണ് എടുത്തത്. രണ്ടും R2 or R എടുത്തു. അവിടെ രണ്ട് പ്ലസും സെയിം തന്നെയാണ്. അപ്പൊ ഇവിടെ നമ്മൾ എടുക്കുന്ന ഈ പ്ലസ് പറഞ്ഞാൽ എവിടുത്തെ പ്ലസ് ആണ്? ഈ പ്ലസ് പറഞ്ഞാൽ R3 പ്ലസ് ആണ്. ഇവിടെയുള്ള ഡോട്ട് ഉദ്ദേശിക്കുന്നത് R3 ഡോട്ടാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതിനുവേണ്ടി പറഞ്ഞോളൂ. ഈ പ്ലസ് ഉദ്ദേശിക്കുന്നത് R2 പ്ലസ് ആണ്. ഇവിടെയുള്ള ഡോട്ട് സി ആൽഫയുടെ ഡോട്ട് പറഞ്ഞാൽ ഇവിടെയുള്ള ഡോട്ടാണ്. R2 ഓപ്പറേഷൻ ആണ്. ഓക്കെ, അപ്പൊ അത് മനസ്സിൽ വെക്കാം. അത് എഴുതുമ്പോൾ നമ്മൾ ഒറ്റടിക്ക് ഇങ്ങനെ എഴുതി പോവുക, പക്ഷെ അതിന്റെ ഉള്ളിലുള്ള ഒരു സാധനം ഇതാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം, എന്നിട്ട് വേണം എഴുതാൻ. അപ്പൊ നമ്മളിവിടെ സി ആൽഫ പ്ലസ് ബീറ്റ കണ്ടുപിടിച്ചു. നമ്മൾ ടി ഓഫ് സി ആൽഫ പ്ലസ് ബീറ്റ കാണാം. അപ്പൊ ടി ഓഫ് സി ആൽഫ പ്ലസ് ബീറ്റ പറഞ്ഞാൽ ഇതാണ് നമ്മളെ സി ആൽഫ പ്ലസ് ബീറ്റ. അപ്പൊ സി എക്സ് വൺ പ്ലസ് വൈ വൺ സി എക്സ് ടു പ്ലസ് വൈ ടു കാണാം. അപ്പം ടി ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ എക്സ് വൈ സ്ക്വയർ ആണ്. അതായത് എന്താണോ ഇവിടെ വരുന്നത് അതന്നെയാണ് ഇതിന്റെ ഫസ്റ്റ് ടേം സി എക്സ് വൺ പ്ലസ് വൈ വൺ. പിന്നെ രണ്ടാമത്തെ ടേം എന്താ? അതും ഈ ഫസ്റ്റ് ടേം എക്സ് തന്നെയാണ്. അത് ഇവിടുത്തെ ഫസ്റ്റ് ടേം എന്താ? സി എക്സ് വൺ പ്ലസ് വൈ വൺ. ലാസ്റ്റ് ടേം വൈ സ്ക്വയർ ആണ്. അതായത് സി എക്സ് ടു പ്ലസ് വൈ ടു ഹോൾ സ്ക്വയർ വരും. അതാണ് ടി ഓഫ് സി ആൽഫ പ്ലസ് ബീറ്റ. ഇനി നമുക്ക് കാണേണ്ട സംഭവം എന്ന് വെച്ചാൽ, അപ്പൊ നമ്മളിത് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് കാണേണ്ടത് ഈ ഒരു ടേം ആണ്. സി ഇൻറ്റു ടി ആൽഫ പ്ലസ് ടി ബീറ്റ കാണണം. നമുക്കത് കാണാം. ഇത് ജസ്റ്റ് റേസ് ചെയ്യാണ്. അപ്പം ഇവിടെ നിങ്ങൾക്ക് നമ്മളോട് കണ്ടുപിടിച്ച് ടി ഓഫ് സി ആൽഫ പ്ലസ് ബീറ്റ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി കാണേണ്ടത് സി ഇൻറ്റു ടി ആൽഫ സി ടി ആൽഫ പ്ലസ് ടി ബീറ്റ കാണേണ്ടത്. അപ്പൊ അതിന് ആദ്യം ഞാൻ ടി ആൽഫ കാണുകയാണ്. ടി ആൽഫ എന്താ? ടി ഓഫ് എക്സ് വൺ എക്സ് ടു. നമ്മളെ ആൽഫ ഇതാണ് എക്സ് വൺ എക്സ് ടു. അപ്പൊ എന്താ ഈ ഒരു ഫംഗ്ഷൻ എന്താ തരാം നമുക്ക്? എക്സ് വൺ എക്സ് ടു സ്ക്വയർ എന്ന് വരും. ശരിയല്ലേ? അതുപോലെ സി ടി ആൽഫ എന്താവും? സി എക്സ് വൺ സി എക്സ് ടു സ്ക്വയർ എന്ന് വരും. ഇതാണ് സി ടി ആൽഫ. ഇനി നമുക്ക് ടി ബീറ്റയും കൂടി വേണം. ടി ബീറ്റ പറയുമ്പോൾ ടി ഓഫ് വൈ വൺ വൈ ടു. ടി ബീറ്റ എന്താ വരിക? വൈ വൺ വൈ ടു സ്ക്വയർ. എന്താണോ ഇത് നോക്കിയാൽ മതി. ഇവിടെ എന്താ റൂൾ നോക്കിയാൽ മതി. ഇവിടെ എക്സ് ഇവിടെ ഫസ്റ്റ് കോർഡിനേറ്റിൽ എക്സ് തന്നെ അവിടെ ഫസ്റ്റ് സെക്കൻഡ് കോർഡിനേറ്റിന് വരിക. ഇവിടെ വൈ വൺ ആയിരുന്നു, അപ്പോൾ വൈ വൺ വന്നു രണ്ട് കോർഡിനേറ്റിന്. അതില് സി എക്സ് വൺ അല്ലേ, സി എക്സ് ടു അല്ലല്ലോ? എവിടെയാണ്? ഓക്കെ ഇതില്ലേ? സോറി യെസ്, ദിസ് എക്സ് വൺ. ഇവിടെ സി വൺ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് വൺ തന്നെ വരും. ഓക്കെ, അപ്പൊ ഇത് ബാക്കിയൊക്കെ ശരിയല്ല എഴുതിയല്ലേ? വൈ വൺ വൈ ടു സ്ക്വയർ. ഓക്കെ, ഇനി സി ടി ആൽഫ പ്ലസ് ടി ബീറ്റ കാണാം. അതായത് ഈ എലിമെന്റ് പ്ലസ് ഈ എലിമെന്റ് കാണാം. അപ്പൊ നിങ്ങൾക്ക് എന്താ വരിക? സി എക്സ് വൺ സി എക്സ് ടു സ്ക്വയർ പ്ലസ് ഈ എലിമെന്റ് പ്ലസ് വൈ വൺ വൈ ടു സ്ക്വയർ. ഇത് കണ്ടാൽ നിങ്ങൾക്ക് എന്താ കിട്ടുക? സി എക്സ് വൺ പ്ലസ് വൈ വൺ സി എക്സ് വൺ പ്ലസ് വൈ വൺ സി എക്സ് ടു സ്ക്വയർ പ്ലസ് വൈ ടു സ്ക്വയർ. ഇങ്ങനെ കിട്ടും. ഇത് രണ്ടും സെയിം ആണ്. ഇത് രണ്ടും സെയിം ആയിക്കോണമെന്നില്ല അല്ലേ? അപ്പം അപ്പൊ ഫോർ എക്സാമ്പിൾ എക്സ് ടു വൈ ടു ഇപ്പൊ ഞാൻ 0 എടുക്കാന്ന് വിചാരിക്കാം. അപ്പൊ ഇവിടെ എക്സ് ടു ഞാൻ 0 എടുത്തു, ഇവിടെ വൈ ടു 0 എടുക്കാന്ന് വിചാരിക്കാം. അപ്പൊ ഇത് സെയിം ആവും അല്ലേ? പക്ഷെ എല്ലാ കേസും സെയിം ആയിക്കോണമെന്നില്ല.
നമുക്ക് ഇവിടെ x1 x2 y2 0 0 മാത്രമല്ല എടുക്കുന്നത്, എല്ലാ എൻട്രീസും എടുക്കണം ആറിലുള്ള. അപ്പൊ ഇത് ഇറ്റ് നീഡ് നോട്ട് ബി ഈക്വൽ. അപ്പൊ അതിന്റെ മീനിങ് എന്താ വെച്ചാൽ ഇതൊരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ അല്ല. ഓക്കെ, യൂഷ്വലി ലീനിയർ ട്രാൻസ്ഫോർമേഷൻസ് ഉണ്ടാവുമ്പോൾ അതിൻ്റെ അകത്ത് ഇങ്ങനത്തെ പവേഴ്സോ അല്ലെങ്കിൽ രണ്ട് ടേപ്പും എക്സ് വൈ ഇങ്ങനത്തെ ഒക്കെ വന്നാൽ എന്തായാലും ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആവില്ല. ഓക്കെ, ഇൻ ജനറൽ നമ്മൾ ടി ഫ്രം ആർ എൻ ടു ആർ എം, ടി ഫ്രം ആർ എൻ ടു ആർ എം ഓവർ രണ്ടും ഓവർ ആർ ഞാൻ എടുക്കാൻ വിചാരിക്കാം. അപ്പൊ നമുക്കൊരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഉണ്ട് ടി ഫ്രം ആർ എൻ ടു ആർ എം. അതിൻ്റെ ഒരു ജനറൽ ഫോം ഉണ്ട്, അതായത് ടി ഓഫ് ആർ എൽ എലിമെന്റ് എങ്ങനെ ഉണ്ടാവുക, എൻ ട്യൂപ്പിൾസ് ഉണ്ടാവുക. അപ്പൊ ടി ഓഫ് x1 x2 എക്സെട്ര xn എന്ന് പറഞ്ഞ സാധനം എപ്പോഴും ഈ ഒരു ഫോമിലായിരിക്കും. അപ്പൊ ഇത് ഇവിടെ നമുക്ക് കിട്ടേണ്ട എലിമെന്റ് ഇനി എവിടുത്തെ എലിമെന്റ് ആണ്, ആർ എമ്മിൽ എലിമെന്റ് ആണ്, അത് എൻ ട്യൂപ്പിൾ ആയിരിക്കണം അല്ലെ. ഇതിന്റെ ഫോം എങ്ങനെ വെച്ചാൽ ദിസ് ബി ഈക്വൽ ടു സമേഷൻ ഐ ഈക്വൽ 1 to n സം ആൽഫ ഐ xi സമേഷൻ ഐ ഈക്വൽ 1 to n. കാര്യം ചെയ്യാം, ഞാൻ ഇതിനെ ആൽഫ 1i എന്ന് കൊടുക്കാം, ആൽഫ 2i xi എക്സെട്ര ലാസ്റ്റ് പറഞ്ഞ സമേഷൻ ഐ ഈക്വൽ 1 to n ആൽഫ, ഇവിടെ എം ടേംസ് ഉണ്ട്, ആൽഫ എം ഐ xi. ഇങ്ങനെ ആയിരിക്കും അതിന്റെ ജനറൽ ഫോം. ഇതൊക്കെ എന്താ ഇതെന്ന് മനസ്സിലായോ? ഇവിടെ എന്താ ഇതിപ്പോ ശരിക്കും ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമില്ല. ഇത് നമ്മൾ എക്സ്പാൻഡ് ആക്കി എഴുതുകയാണെങ്കിൽ ഇതിന്റെ ഇമേജ് പറഞ്ഞാല് ആൽഫ 11 x1 ആൽഫ 11 x1 പ്ലസ് ആൽഫ 12 x2 പ്ലസ് എക്സെട്ര പ്ലസ് ആൽഫ 1n xn, സോറി കമ സെക്കൻഡ് ടേം ആൽഫ 21 x1 പ്ലസ് ആൽഫ 22 x2 പ്ലസ് എക്സെട്ര പ്ലസ് ആൽഫ 2n xn എക്സെട്ര. ലാസ്റ്റ് ടേം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൽഫ m1 സോറി x1 പ്ലസ് ആൽഫ m2 x2 എക്സെട്ര പ്ലസ് ആൽഫ mn xn. ഈ ഒരു ഫോമിലായിരിക്കും ഏത് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എടുത്താലും ആർ എന്ന് ആർ എമ്മിലേക്കുള്ളത്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഏത് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ തന്നാലും അതിന്റെ ഫോം വേർ ദിസ് ആൽഫ ഐ ജെസ് എല്ലാം സ്കേലാസ് ആണ്. അവിടെ നമ്മുടെ എഫിലുള്ള സ്കേലാസ് ആണ്. ഓക്കെ, അത് നിങ്ങൾ ഏതൊരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആർ എൻ ടു ആർ എം എടുക്കാം, ആ എന്നും നിങ്ങൾക്ക് വാല്യൂസ് കൊടുക്കാം, നിങ്ങൾ ഇഷ്ടംപോലെ വാല്യൂസ് കൊടുക്കാം. അപ്പൊ ഇവിടെ വരുന്ന ശരിക്കും അതായത് ഇവിടെ ഒരു ഈ ആറിലെ എലിമെന്റ് പറഞ്ഞാൽ എൻ ട്യൂപ്പിൾ ആണ്, അതിന്റെ ഇമേജ് പറഞ്ഞാൽ ഒരു എം ട്യൂപ്പിളാണ് വരേണ്ടത്. അത് എം കോർഡിനേറ്റ്സ് ഉണ്ടാവും. ആ എം കോർഡിനേറ്റ്സ് ഉള്ള ഓരോ ടേമും ഉണ്ടല്ലോ, ആ ഓരോ കോർഡിനേറ്റ്സ് എൻട്രി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നല്ല, സം ലീനിയർ കോമ്പിനേഷൻ ഓഫ് ഈ എക്സൈസ് ആയിരിക്കും, x1 x2 xn ആയിരിക്കും. അതാണ് പറയുന്നത്. അത് ഫസ്റ്റ് കോർഡിനേറ്റ് ഈ ഒരു ഫോമിലായിരിക്കും, സെക്കൻഡ് കോർഡിനേറ്റ് ഈ ഒരു ഫോം. നിങ്ങൾക്ക് വേണം ജസ്റ്റ് നമ്മൾ പ്രീവിയസ് എക്സാമ്പിൾ നോക്കി നോക്കാം. നമ്മൾ തൊട്ടുമ്പത്തെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞത് എന്താ വെച്ചാൽ ടി ഫ്രം R2 to R3 ആയിരുന്നു. നമ്മൾ ഡിഫൈൻ ചെയ്തത് ടി ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ എക്സ്, തൊട്ടുമ്പത്തെ എക്സാമ്പിൾ അത് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ അല്ലായിരുന്നു അല്ലേ. ഞാൻ വേറെ ഒന്ന് പറയാം, എക്സ് ഇപ്പോൾ വൈന്ന് എടുക്കാന്ന് വിചാരിച്ചു, അത് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കും. അതൊക്കെ വേണം ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പൊ ഞാൻ ഈ എഴുതിയിരിക്കുന്ന സംഭവം. അപ്പം ഇങ്ങനത്തെ ഒരു കേസ് വരുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിപ്പം ഒരു ടു ട്യൂപ്പിൾ ആണ് അല്ലെ. ഇവിടെ എഴുതിയ എൻ ട്യൂപ്പിൾ ആണ്, അവിടെ ആർ എൻ പകരം എൻ 2 ആകുമ്പോൾ ഒബ്വിയസ്ലി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടി ഓഫ് സംതിങ് ഇറ്റ് ഇസ് എ ടു ട്യൂപ്പിൾ അല്ലെങ്കിൽ ഓർഡർ പെയർ ആണ്, ഇവിടെ എക്സ് വൈ ആണ്, ഷുഡ് ബി ഈക്വൽ ടു എൻ എലിമെന്റ് ഇൻ ആർ എം. ഇവിടെ ആർ എം എന്താ, M3 ആണ്. അപ്പം ഈസ് എൻ എലിമെന്റ് ഇൻ R3. ഫൈൻ, R3 എലിമെന്റ് ആണ്. ഇത് കാണാം, ഇതിൽ പറഞ്ഞാൽ ഈ ഓരോ ടേമും ലീനിയർ കോമ്പിനേഷൻ ഓഫ് എക്സൈസ് ആണെന്നാണ്. ഇത് ലീനിയർ കോമ്പിനേഷൻ ഓഫ് ഈ എക്സും വൈ ആണോ ഫോർ സം ആൽഫ ഐ അല്ലേ. 1 times x plus 0 times y അല്ലേ ഈ എക്സ്. അതുപോലെ എക്സ് സെയിം 1 times x plus 0 times y ആണ് ഈ എക്സ്. അതുപോലെ ഈ y നിങ്ങൾ എടുക്കുകയാണെങ്കിലും 0 times x plus 1 times y ആണ്. അതായത് നമ്മളെ ആൽഫ 11 എന്ന് പറഞ്ഞാൽ 1 ആണ്, ആൽഫ 12 പറഞ്ഞാൽ 0 ആണ്, അതുപോലെ ആൽഫ 21 എന്ന് പറഞ്ഞാൽ 1 ആണ്, ആൽഫ 22 എന്ന് പറഞ്ഞാൽ 0 ആണ്. ഇതുപോലെ ലാസ്റ്റ് എൻട്രി ഇതിന്റെ ഇപ്പം 3 ട്യൂപ്പിൾസ് ആണ്. അപ്പോൾ ആൽഫ 31 എന്ന് പറഞ്ഞാൽ 0 ആണ്, ആൽഫ 32 എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ അപ്പൊ ശരിക്കും ഇത്
ഇതിനെ എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ മാറ്റി എഴുതാം. ഈ ടി ഓഫ് എക്സ് വൈ എനിക്ക് വേണമെങ്കിൽ എക്സ് 1 into x plus 0 into y, 1 into x plus 0 into y, 0 into x plus 1 into y എന്ന് എഴുതാം. അപ്പൊ ഈ ഫോമുലായി, ഈ ജനറൽ ഫോമുലായി വേറെ m is equal to 3. ആൻഡ് ഇതാണ് നമ്മൾ ആൽഫ 1 വരിക, ഇതാണ് നമ്മൾ ആൽഫ 1 വരിക, ഈ 0 1 അങ്ങനെ. അപ്പൊ ഇൻ ജനറൽ നിങ്ങൾ Rn to Rm ഏതൊരു വെക്ടർ സ്പേസ് എടുത്താൽ, ഏതൊരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എടുത്താലും അതിന്റെ ജനറൽ ഫോം ഇങ്ങനെ ആയിരിക്കും. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇത് നിങ്ങൾക്ക് നെറ്റിനൊക്കെ ഉപകാരപ്പെടും. ഏതൊരു ലീനിയർ ട്രാൻസ്ഫോർമേഷനും ഈ ഫോമിലായിരിക്കും. അപ്പൊ നിങ്ങൾ പെട്ടെന്ന് ഇപ്പോൾ ഒരാൾ ചോദിക്കുകയാണ്, ഒറ്റയ്ക്ക് ഉത്തരം പറയാൻ പറ്റും. നിങ്ങളുടെ ഒരാൾ ചോദിക്കുകയാണ്, പെട്ടെന്ന് ഒരാൾ ചോദിച്ചു, ഇപ്പൊ ടി ഫ്രം Rn to, അപ്പൊ ബേസിക്കലി Rn to Rm നമ്മൾ അത് പറയുന്നത്. ഇപ്പം ടി ഫ്രം R4 to R5 നിങ്ങൾക്ക് തന്നിട്ട് നിങ്ങളോട് പറഞ്ഞു ടി ഓഫ് എക്സ് വൈ, ടി ഓഫ് x1 x2 x3 x4 തന്നു. നിങ്ങൾ പറഞ്ഞു ഒരു x1 പ്ലസ് x2 x1 x2 x3 x4 x5 എന്ന് പറഞ്ഞു. സോറി x5 ഇല്ലല്ലേ, x2 എന്ന് പറഞ്ഞു. അപ്പൊ ഇത് ശരിക്കും ഒരു ഇതൊരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആവില്ല. കാരണം ഇവിടെ ഒരു ടേം ഉണ്ട് x1 into x2 എന്ന്. ബാക്കി എല്ലാ ടേംസും ലീനിയർ കോമ്പിനേഷൻസ് ഓഫ് ദീസ് xi's ആണ്. പക്ഷെ ഇത് ലീനിയർ കോമ്പിനേഷൻ അല്ല, ഇത് മൾട്ടിപ്പിൾ ഓഫ് x1 x2 വരുന്നത്. അപ്പൊ ഇത് ഒറ്റയടിക്ക് നിങ്ങൾക്ക് പറയാം ഇത് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ അല്ല, ഫ്രം R4 to R5 എന്ന് പറയാൻ പറ്റും. ഓക്കെ. പിന്നെ അതുപോലെ സ്ക്വയറിന്റെ ടേംസ് വരിക, അങ്ങനെയൊക്കെ വരുമ്പോൾ ശരിക്കും ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആവില്ല. മനസ്സിലാവണ്ടോ പറയുന്നത്? ഇനി നമുക്ക് ഒരു വെക്ടർ സ്പേസ് ടി ഫ്രം നമ്മൾ വി ടു വി ഇപ്പൊ 4ഉം 5ഉം അല്ലേ ഇപ്പൊ എടുത്ത, അതുപോലെ തന്നെ വരണമെന്ന് ഉണ്ടോ? അതായത് ഇപ്പൊ R4 to R5 അല്ലേ വന്നത്, തിരിച്ച് R5 4ലേക്ക് പോയ അങ്ങനെയും ഉണ്ടാവും. R5 R4 എടുക്കുകയാണെങ്കിൽ ടി ഓഫ് ഒരു x1 x2 5 ട്യൂപ്പിൾ ആണല്ലോ അല്ലെ. ഇനി ഇമേജ് പറഞ്ഞാല് 4 കോർഡിനേറ്റ്സ് ഉള്ള ഒരു സാധനമായിരിക്കും, അത്രേ ഉള്ളൂ. 4 കോർഡിനേറ്റ്സ്. അപ്പോൾ ഈ മൾട്ടിപ്ലിക്കേഷൻ അതിൽ വന്നാലും അതെ, എവിടെയും ആവില്ല. മൾട്ടിപ്ലിക്കേഷൻ ഇങ്ങനത്തെ എലിമെന്റ്സ് വരാൻ പാടില്ല, സ്ക്വയർ എലിമെന്റ്സ്. അതാ ഞാൻ പറഞ്ഞു. ഇവിടെ നിങ്ങൾ നോക്കൂ, ഇവിടെ ഞാൻ പറഞ്ഞതില് Rനും Rm എന്ന് പറഞ്ഞാൽ എന്നും എമ്മും ഞാൻ ലെസ് ദാൻ എം ഗ്രേറ്റർ ദാൻ എന്ന് പറഞ്ഞിട്ടില്ല. എന്നും എമ്മും എന്തുവരെ പോസിറ്റീവ് ഇന്റീജേഴ്സ് എടുക്കുക. ഓക്കെ, അല്ല നമ്മൾ R-1 ഡിഫൈൻ ചെയ്യുന്നുണ്ടല്ലോ അല്ലെ. നമ്മൾ R1 R2 R3 ദാറ്റ് സെൻസ് വി ഡിഫൈൻ യൂക്ലിഡിയൻ സ്പേസ് ഡിഫൈൻ ചെയ്യുമ്പോൾ. ഇവിടെ എന്നും എമ്മിനും അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല. എൻ ലെസ് ദാൻ എന്നോ എം ഗ്രേറ്റർ ദാൻ എന്നോ ഒന്നുമില്ല. ഈക്വൽ ആവാം, ഗ്രേറ്റർ ദാൻ ആവാം, ലെസ് ദാൻ ആവാം, എന്തും ഏത് കേസ് എടുത്താലും ഈ ഒരു ഫോം തന്നെ ആയിരിക്കും അതിന്റെ ഇത് വരിക. അതായത് ഇവിടെയുള്ള ഈ ടേംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഫസ്റ്റ് ഡൊമൈനിലുള്ള അതിലുള്ള ഈ ടേംസിനെ ലീനിയർ കോമ്പിനേഷൻസ് ചെയ്യും ഇവിടെ വരിക. ഇതാണ് ആ ജനറൽ ആയിട്ടുള്ളൊരു റിസൾട്ട്. ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ മതി, നമുക്ക് പരീക്ഷയ്ക്ക് ഉപകാരപ്പെടും. ഈ ജാമിനൊക്കെ സ്ഥിരം ചോദിക്കുന്നത് നമ്മൾ MSc എൻട്രൻസ് ഉണ്ടല്ലോ, എല്ലാം ഉണ്ടാവും ഒരു ക്വസ്റ്റ്യൻ അതിൻ്റെ അകത്ത്. അപ്പൊ ഈ ഒരു റിസൾട്ട് അറിയെങ്കിൽ ആ ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇനി വേറൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ V is a vector space and the identity transformation defined by I alpha equal to alpha is a linear transformation from V to V. അത് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഓക്കെ, നമ്മളിപ്പം ഒരു വെക്ടർ സ്പേസ് ആ വെക്ടർ സ്പേസിലേക്ക് ഐഡന്റിറ്റി ട്രാൻസ്ഫോർമേഷൻ ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നല്ല. നമ്മൾ ഇതൊരു ടി തന്നെയാണ്, ഒരു ടി ആണ്. സ്പെസിഫിക്കലി ഐഡന്റിറ്റി ട്രാൻസ്ഫോർമേഷൻ ആയപ്പോൾ നമ്മൾ ഐ എന്ന് ഡിനോട്ട് ചെയ്യുന്നുള്ളൂ. നമുക്ക് എന്തിനും ഡിനോട്ട് ചെയ്യാം. ഐ ഓഫ് എക്സ് വൈ ഇസഡ് എന്ന് പറഞ്ഞാൽ എന്താ വരിക? അത് തന്നെ വരും, എക്സ് വൈ ഇസഡ് തന്നെ വരും. കാരണം ഇത് വിന്ന് വിയിലേക്ക് തന്നെയാണ്, സെയിം വെക്ടർ സ്പേസിലേക്ക് തന്നെയാണ്. നിങ്ങൾ ഇവിടെ എന്താ ഇൻപുട്ട് കൊടുക്കുന്നോ അത് തന്നെയായിരിക്കും അതിന്റെ ഔട്ട്പുട്ടും വരാം. ഇങ്ങനത്തെ ഒരു ട്രാൻസ്ഫോർമേഷൻ നമ്മൾ അതായത് ഏത് എലിമെന്റ് കൊടുത്താലും അത് സെയിം എലിമെന്റ് ഔട്ട്പുട്ട് ആയിട്ട് വരും. അങ്ങനത്തെ ട്രാൻസ്ഫോർമേഷൻ നമ്മൾ ഐഡന്റിറ്റി ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയും. അത് എപ്പോഴും ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കും. അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്തോ, അത് ഡയറക്റ്റ് റിസൾട്ട് ആണ്. അതെപ്പോഴും ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കും. അത് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ചെക്ക് ചെയ്യാൻ നിങ്ങൾ ആ കണ്ടീഷൻ ചെക്ക് ചെയ്യണം. ഐ ഓഫ് സി ആൽഫ പ്ലസ് ബീറ്റ എന്നാൽ സി ഇൻറ്റു ഐ ആൽഫ പ്ലസ് ഐ ബീറ്റ ചെക്ക് ചെയ്താൽ മതി. അതുപോലെ സീറോ ട്രാൻസ്ഫോർമേഷൻ. ഇപ്പൊ സീറോ ട്രാൻസ്ഫോർമേഷൻ ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമില്ല, എല്ലാ ആൽഫേനെയും സീറോയിലേക്ക് മാപ്പ് ചെയ്യും, അത്രേ ഉള്ളൂ. അപ്പൊ ഐ ആൽഫ അവിടെ നമ്മൾ ഐ എപ്പോഴും ആൽഫയിലേക്ക് തന്നെ മാപ്പ് ചെയ്യുന്നു. ഇതായിരുന്നു നമ്മൾ ആൽഫ. അപ്പൊ ഐ ആൽഫ എപ്പോഴും ആൽഫയിലേക്ക് തന്നെ മാപ്പ് ചെയ്യുന്നു. ഇപ്പൊ സീറോ ആൽഫ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഏത് എലിമെന്റ് എടുത്താലും, ഇപ്പൊ സീറോ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ സെഡ് എന്ന് പറയുമ്പോൾ
അത് സീറോയിലേക്കാണ് മാപ്പ് ചെയ്യുന്നത്. സീറോ പറഞ്ഞാൽ R3 0, R3 0 പറഞ്ഞാൽ 0 0 0. അതായത് ഏത് എലിമെന്റ് നിങ്ങൾ കൊടുത്താൽ അത് സീറോയിലേക്ക് മാപ്പ് ചെയ്യാം. അങ്ങനത്തെ ഒരു മാപ്പിംഗ് സീറോ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയും. അതും ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കും. ഒബ്വിയസ്ലി ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണല്ലോ. അപ്പോൾ സി ആൽഫ പ്ലസ്, അപ്പോൾ നിങ്ങൾ 2 ആൽഫയും ബീറ്റ എടുക്കുക. സി ആൽഫ പ്ലസ് ബീറ്റ നമുക്ക് സി ഇൻറ്റു 0 0 0 പ്ലസ് 0 0 0 എന്ന് ലാസ്റ്റ് 0 0 0 തന്നെ കിട്ടുക. അപ്പോൾ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആവും. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. സംശയം ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം, കണ്ടീഷനിൽ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതും ഒരു ഇൻ ജനറൽ ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ നമുക്ക് എപ്പോഴും പറയാൻ പറ്റൊരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ്. പിന്നെ വേറെ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾ സ്പേസ് പോളിനോമിയൽസ് എടുക്കുകയാണെങ്കിൽ ഫ്രം എഫ് ഇൻറ്റു എഫ് ഗിവൺ ബൈ C0 പ്ലസ് C1 എക്സ് എക്സെട്ര പ്ലസ് CK എക്സ് റേസ് ടു K. അങ്ങനെ നമ്മൾ ഡെറിവേറ്റീവ് ഡിഫൈൻ ചെയ്യില്ല, ഡിഫറൻസിയേഷൻ. ഇവിടെ നമ്മൾ ചെയ്യുന്ന ഒരു ഓപ്പറേഷനാണ് ഡി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. ഡി എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഡി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് വേറെ ഒന്നല്ല, ഇറ്റ് ഇസ് ഡി ഓഫ് എഫ് ഓഫ് എക്സ് വിയിൽ എൻട്രി ആണ്. വി എന്ന സ്പേസ് ഓഫ് പോളിനോമിയൽ ഫംഗ്ഷൻസ് ആണ്. അപ്പം ജസ്റ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക ഓരോ ടേം. C0 ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 0 ആയി പോകും. C1 എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ C1 കിട്ടും. പിന്നെ ഇവിടെയുള്ള C2 എക്സ് സ്ക്വയർ ഉണ്ട്, അത് 2C2 എക്സ് ആവും എക്സെട്ര പ്ലസ് K ഇൻറ്റു CK എക്സ് റേസ് ടു K മൈനസ് 1. ഈ ഒരു ഡിഫറൻസിയേഷൻ ഓപ്പറേഷനും എപ്പോഴും ഓപ്പറേറ്ററും ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ്. അത് വേണം നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അവിടെ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, നിങ്ങൾ എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും നിങ്ങളെ വെക്ടർ സ്പേസിന് എടുക്കുകയാണ്. എന്നിട്ട് നിങ്ങൾ സി ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ്, അതിൻ്റെ ഡിഫറൻസിയേഷൻ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ സി ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് ജി ഓഫ് എക്സ് എന്താ നിങ്ങൾ കാണിക്കേണ്ടത്. അത് നിങ്ങൾക്കറിയാം, അത് ഡയറക്റ്റ് പ്രോപ്പർട്ടി ആണല്ലോ അല്ലേ, ഡിഫറൻസിയേഷൻ നമ്മൾ പഠിക്കുന്ന കാര്യമാണ്. അത് നമ്മൾ ചെക്ക് ചെയ്യേണ്ട അവിടെ. ഇപ്പോൾ എഫ് ഓഫ് എക്സ് നിങ്ങൾ എടുക്കുക, ഒരു ജനറൽ ഫോം എടുക്കുക, ഇതുപോലെ ഒരു ജനറൽ ഫോം എടുക്കുക. ജി ഓഫ് എക്സ് നിങ്ങൾ വേറൊരു ഇതെടുക്കുക. സപ്പോസ് D0 പ്ലസ് D1 എക്സ് പ്ലസ് D2 എക്സ് സ്ക്വയർ എക്സെട്ര പ്ലസ് DK എക്സ് റേസ് ടു K എടുക്കുക. എന്നിട്ട് സം ചെയ്യുക. എങ്ങനെ നിങ്ങൾ എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് എങ്ങനെ സം ചെയ്യുക? നമ്മൾ എക്സിന്റെ ടേംസ് വരുമ്പോൾ സം ചെയ്യുക, എക്സ് സ്ക്വയർ ടേംസ് വരുമ്പോൾ സം ചെയ്യുക അല്ലേ, പോളിനോമിയൽ സമയം നമ്മൾ ആഡ് ചെയ്യുക. എന്നിട്ട് ആ സംഭവം അത് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. പറഞ്ഞാൽ മനസ്സിലായോ? എങ്ങനെ മനസ്സിലായോ? നിങ്ങൾക്ക് ചെയ്യേണ്ട എങ്ങനെ മനസ്സിലായോ? മനസ്സിലായി സർ. അതുപോലെ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അത് ഈ ഡിഫറൻസിയേഷൻ ഓപ്പറേറ്റർ ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ് ഫ്രം ദിസ് സ്പേസ് ടു ഇറ്റ് സെൽഫ്. സ്പേസ് ഓഫ് പോളിനോമിയൽ ഫംഗ്ഷൻസ് അതിലേക്ക് തന്നെ ഒരു ഡിഫറൻസിയേഷൻ അതിലേക്ക് തന്നെ ഒരു ലീനിയർ ഓപ്പറേറ്റർ ആണ്, ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ്. ഈ ലീനിയർ ഓപ്പറേറ്റർ എന്ന സാധനം കുറച്ച് നമ്മൾ പഠിക്കും. അത് വേറെ ഒന്നല്ല, വിന്ന് വിയിലേക്ക് തന്നെയാണ് നമ്മൾ ലീനിയർ ഓപ്പറേറ്റർ എന്ന് വിളിക്കും. ഇപ്പോൾ വിന്ന് ഡബ്ല്യൂയിലേക്കാണെങ്കിൽ നമ്മൾ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എന്ന് വിളിക്കും. ഓക്കെ, ഒരു വെക്ടർ സ്പേസിൽ ആ വെക്ടർ സ്പേസിലേക്ക് തന്നെ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിന് ലീനിയർ ഓപ്പറേറ്റർ എന്ന് വിളിക്കാം. അത് കുറച്ച് കഴിയുമ്പോൾ പറയും, ഇപ്പൊ നമ്മൾ പറയുന്നത് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പറയും. ഓക്കെ, വേറൊരു എക്സാമ്പിൾ നോക്കാം. നമ്മൾ ഈ ഒരു നൊട്ടേഷൻ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. M/N F M/N എന്ന് പറഞ്ഞ സെറ്റ് ഓഫ് ഓൾ M/N മെട്രിസസ്. ഓക്കെ, ഓഫ് ദ ഫീൽഡ് എഫ് ആണ്. അപ്പോൾ T ഫ്രം എഫ് M/N ടു എഫ് M/N എടുക്കുന്നത് ഡിഫൈൻ ചെയ്യുന്നത് T ഓഫ് എ എന്ന് പറയുകയാണെങ്കിൽ P ഇൻറ്റു A ഇൻറ്റു Q എന്നാണ് ഡിഫൈൻ ചെയ്യുന്നത്. അതായത് where P is actually an M/M fixed matrix with entries in the field F. Q is an N/N fixed matrix over F. So ഇവിടെ ഈ PAQ പറയുമ്പം PA എന്ന് പറയുന്നത് ശരിക്കും ഒരു ഇതിവിടെ എലിമെന്റ് ആണ്. ഇത് മെട്രിസസിന്റെ കളക്ഷൻ ആണ്. ഓക്കെ, ഇത് മെട്രിസസിന്റെ കളക്ഷൻ ആണ്, ആ വെക്ടർ സ്പേസ് ആണ് M/N മെട്രിസസിന്റെ. അപ്പോൾ T M/N എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ എടുക്കുന്ന P എന്ന് പറഞ്ഞാൽ M/M ആണ്. A വീണ്ടും എന്താണ് A is M/N, Q പറയുന്നത് N/N ആണ്. അതായത് M/M വരും, അടുത്ത മെട്രിക്സ് P മെട്രിക്സ് M/M, A മെട്രിക്സ് M/N, Q മെട്രിക്സ് N/N. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും അല്ലേ? ഇത് സെയിം ആയ പോലെ ഇത് രണ്ടും സെയിം ആവണം, അതുപോലെ ഇതും സെയിം ആവണം അല്ലേ? അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ദിസ് ഇസ് ഹൗ വി ഡിഫൈനിങ്. T ഓഫ് എ ആണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് P ഇൻറ്റു A ഇൻറ്റു Q എന്നൊരു മെട്രിക്സ് ആണ്. അപ്പോൾ അത് കിട്ടുന്ന മെട്രിക്സ് അവിടെയുള്ള മെട്രിക്സ് ആണ്, അതൊരു M/N മെട്രിക്സ് ആണ് അല്ലേ? P ഇൻറ്റു A മൾട്ടിപ്ലൈ എന്ത് മെട്രിക്സാണ് കിട്ടുക? M/N വരും, M/N മെട്രിക്സ് വരും. അപ്പോൾ ആ M/N മെട്രിക്സിനെ വീണ്ടും Q കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ
അതായത് എം ബൈ എൻ മെട്രിക്സ് നിങ്ങൾ വീണ്ടും ഒരു എൻ ബൈ എൻ മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ നമുക്ക് കിട്ടും എന്താ, എം ബൈ എൻ മെട്രിക്സ് കിട്ടും. വീണ്ടും ആ എലിമെന്റ് എവിടെ ഉള്ളതാ, ഈ സ്പേസിൽ തന്നെ ഉള്ളതാ, എഫ് എം ബൈ എന്നിൽ തന്നെയുള്ള എലിമെന്റ് കിട്ടും. അപ്പം ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണോ, ഇങ്ങനെ ഡിഫൈൻ ചെയ്താൽ അത് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണോ ആ ചോദ്യം. അപ്പോൾ ഇത് നിങ്ങൾ ചെക്ക് ചെയ്യുക, എങ്ങനെ അതുപോലെ ചെക്ക് ചെയ്യുക. അതായത് ടി ടൈംസ് സി എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എന്താ വരിക, ഈ ഒരു റിലേഷൻ അനുസരിച്ച് പി ഇൻറ്റു എന്താണോ അവിടെ വരുന്ന എൻറ്റിറ്റി, അത് ഇവിടെ എന്താണോ വരുന്നത് അത് ഇവിടെ നടുക്ക് വരും. അപ്പോൾ ഇവിടെ ഇതാ വരുന്നത്, അപ്പോൾ ഇത് നടുക്ക് വരും, സി എ പ്ലസ് ബി ഇൻറ്റു ക്യൂ. ഓക്കെ, ടി ഓഫ് എ പറഞ്ഞാൽ പി എ ക്യൂ ആണ്. അപ്പോൾ ടി ഓഫ് സം മെട്രിക്സ് എന്നാൽ പി ഇൻറ്റു ആ മെട്രിക്സ് ഇൻറ്റു ക്യൂ എന്ന് വരും. ഈ ഒരു ഓപ്പറേഷൻ നമ്മൾ ഉപയോഗിക്കുകയാണ്, ഈ ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ നമ്മൾ ഉപയോഗിച്ചിട്ട് എഴുതാണ്. ഇത് സി ഒരു സിംഗിൾ എലിമെന്റ് ആണ്, സ്കെയിലർ ആണ്. അപ്പോൾ എന്താ പറയുക, നമുക്ക് സീനെ പുറത്തെടുക്കാൻ പറ്റും. എന്നിട്ട് പി എ പ്ലസ് പി ബി എന്ന് വരും, ഇൻറ്റു ക്യൂ എന്ന് വരും. വീണ്ടും ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ സി ഇൻറ്റു പി എ ക്യൂ പ്ലസ് പി ബി ക്യൂ എന്ന് വരും. അത് വേറെ ഒന്നല്ല, അത് സി ഇൻറ്റു ടി ഓഫ് എ പ്ലസ് ടി ബി ആണ് അല്ലേ. കാരണം ടി എ എന്ന് പറഞ്ഞാൽ എന്താ, ടി എ പറഞ്ഞാൽ പി എ ക്യൂ ആണ്. ടി ബി എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടുന്ന് ടി ബി ഡിഫൈൻ ചെയ്ത് എന്താ വരിക, പി ബി ക്യൂ ആണ്. അപ്പോൾ സി ഇൻറ്റു ടി എ പറഞ്ഞാൽ സി ടൈംസ് പ്ലസ് ടി ബി, അതന്നെ അത്. അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത് വെച്ചാൽ ഇങ്ങനെ ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ അത് ശരിക്കും ഒരു എന്താ പറയുക, ഒരു സോറി, നിങ്ങൾ ഇങ്ങനെ ഒരു ടി ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ അതൊരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കും ഫ്രം ദിസ് സ്പേസ് ഓഫ് മെട്രിസസ് ടു അനദർ സ്പേസ്, സെയിം സ്പേസ് ഓഫ് മെട്രിസസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് ലീനിയർ ട്രാൻസ്ഫോർമേഷൻസ്. വെക്ടർ സ്പേസ് മാറുമ്പോൾ ആ ഒരു ലീനിയാരിറ്റി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം എന്നുള്ളൂ. നമ്മൾ ഈ തന്നിരിക്കുന്ന ഈ ഒരു കണ്ടീഷൻ, അതായത് ടി ഓഫ് സി ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാൽ അത് സി ഇൻറ്റു ടി ആൽഫ പ്ലസ് ടി ബീറ്റ ആയിരിക്കണം എന്നുള്ള കണ്ടീഷൻ ഫോർ എവറി ആൽഫ ബീറ്റ ആൻഡ് എവറി സി ഇൻ. അതായത് വിയിലുള്ള എല്ലാ ആൽഫ ബീറ്റക്കും എഫിലുള്ള എല്ലാ സിയും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ടി ആയിരിക്കണം, അങ്ങനത്തെ ഒരു ഫംഗ്ഷൻ ആയിരിക്കണം. അങ്ങനത്തെ ഫംഗ്ഷനാണ് നമ്മൾ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എന്ന് വിളിക്കുക. അപ്പോൾ നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ ചെക്ക് ചെയ്യേണ്ട കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. അതായത് ഈ ടിക്ക് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഒന്ന് നമുക്ക് ഓൾറെഡി അറിയാം, ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആയതുകൊണ്ട് ലീനിയാരിറ്റി കണ്ടീഷൻ സാറ്റിസ്ഫൈ ഉണ്ട് അവിടെ. പിന്നുള്ള പ്രത്യേകത എന്താ വെച്ചാൽ നിങ്ങൾ ഏത് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എടുത്താലും അതിന് ടി ഓഫ് സീറോ എപ്പോഴും സീറോ തന്നെ ആയിരിക്കും. അതായത് ഈ സീറോ എവിടെയുള്ള സീറോ ആണ്, നിങ്ങളെ വിയിലുള്ള സീറോ ആണ് ഈ സീറോ, പച്ച സീറോ. ഈ ചുവപ്പ് സീറോ പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നിങ്ങൾ ഡബ്ല്യൂ ഉള്ള സീറോ ആണ്. അപ്പൊ ക്ലിയർ ആവും. അതായത് ടി ഓഫ് ഈ വിയിലുള്ള സീറോന്റെ ഇമേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡബ്ല്യൂ ഉള്ള സീറോ ആയിരിക്കും എന്തായാലും. അതൊരു പ്രത്യേകതയാണ് ഈ ലീനിയർ ട്രാൻസ്ഫോർമേഷൻസിന്റെ, അതിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. അതെങ്ങനെയാണ് കിട്ടുന്നത് വെച്ചാൽ താഴെ പ്രൂഫ് ചെയ്തിട്ടുണ്ടത്. ടി ഓഫ് പച്ച സീറോ അല്ലേ, ടി ഓഫ് സീറോ എന്ന് പറഞ്ഞാൽ വിയിലുള്ള സീറോ, നമുക്ക് അതിനെ സീറോ പ്ലസ് സീറോ തന്നെ എഴുതാം. ഓക്കെ, ഈ പച്ച സീറോ അവിടെയുള്ള വിയിലുള്ള സീറോ ഞാൻ ചെയ്യുന്നു, ഈ ബ്രാക്കറ്റിന്റെ അകത്ത് ടി ഓഫ് സീറോ പ്ലസ് സീറോ എന്ന് എഴുതാം. അപ്പൊ എന്താ വരിക, ഇത് നമുക്ക് ടി ഓഫ് സീറോ പ്ലസ് ടി ഓഫ് സീറോ എന്ന് കിട്ടും. കാരണം എന്താ, അത് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ്. നമ്മൾ എടുക്കുന്ന ടി, ഇവിടെ ഞാൻ എടുത്ത ടി ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണെന്ന് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഞാൻ പറയാണ് ടി ഓഫ് സീറോ സീറോ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. അപ്പം ഇത് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ്, ഒരു പ്രോപ്പർട്ടി ഉണ്ടല്ലോ, ടി ഓഫ് സി ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാൽ സി ഇൻറ്റു ടി ആൽഫ പ്ലസ് ടി ബീറ്റ എന്ന് എഴുതാം. അപ്പൊ ഇവിടെ ആൽഫയും ബീറ്റയൊക്കെ സീറോ ആണ്, സി 1 എടുക്കുക അല്ലെങ്കിൽ സി 0 എടുക്കുക. എന്നിട്ട് ഇപ്പൊ എന്താ വരിക, ടി ഓഫ് സീറോ പ്ലസ് സീറോ പറഞ്ഞാൽ എന്ത് വരും, നമുക്ക് സി ഇൻറ്റു ടി ഓഫ് സീറോ പ്ലസ് ടി ഓഫ് സീറോ എന്ന് വരാം. അപ്പൊ ഞാൻ ഇവിടെ സി 1 എടുക്കാൻ ചോദിച്ചു, സി 1 എടുക്കാം നമുക്ക്. ആൽഫ 0 എടുക്കുക, ബീറ്റ 0 എടുക്കുക. അപ്പൊ ഈ കണ്ടീഷനിൽ 1 ഇൻറ്റു ടി ഓഫ് സീറോ പ്ലസ് ടി ഓഫ് സീറോ തന്നെ എഴുതാം, അതായത് ടി ഓഫ് സീറോ. അപ്പൊ എന്ത് കിട്ടി, ലീനിയാരിറ്റി കണ്ടീഷൻ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആയതുകൊണ്ട് ടി ഓഫ് സീറോ പ്ലസ് സീറോ നമുക്ക് ടി ഓഫ് സീറോ പ്ലസ് ടി ഓഫ് സീറോ എന്ന് എഴുതാം. ഈ പ്ലസ് എന്ന് പറഞ്ഞാൽ ഡബ്ല്യൂയിലെ പ്ലസ് ആണ്, ചുവപ്പ് പ്ലസ്. അപ്പം ഇത് രണ്ടും സെയിം ആണ്. അതിനെന്താ കിട്ടുക, ടി ഓഫ് സീറോ എന്ന് പറഞ്ഞാൽ ടി ഓഫ് സീറോ പ്ലസ് ടി ഓഫ് സീറോ ആണ്. അപ്പൊ എന്ത് കിട്ടും, ടി ഓഫ് സീറോ സീറോ തന്നെ. അപ്പൊ ഇത് ശരിക്ക് എന്താ പറയാ, ഇതെങ്ങനെയാണ് കിട്ടുന്നത്, ടി ഓഫ് സീറോ സീറോ എന്ന് അത് മനസ്സിലായല്ലോ അല്ലേ. ടി ഓഫ് സീറോ ടി ഓഫ് സീറോ പ്ലസ് ടി ഓഫ് സീറോ ആണ്. ഓക്കെ, സോ വാട്ട് ഷുഡ് ബി ടി ഓഫ് സീറോ? ടി ഓഫ് സീറോ ഞാൻ രണ്ട് ഭാഗത്തുനിന്നും സബ്ട്രാക്ട് ചെയ്യാൻ എന്താ നമുക്ക് കിട്ടുക, അല്ലെങ്കിൽ രണ്ട് ഭാഗത്തും ടി ഓഫ് സീറോന് ഇൻവേഴ്സ് ആഡ് ചെയ്യുക, അങ്ങനെ പറയാം. ടി ഓഫ് സീറോ മൈനസ് ടി ഓഫ് സീറോ വിൽ ബി ഈക്വൽ ടു ടി ഓഫ് സീറോ എന്ന് വരാം. അത് സീറോ ഈക്വൽ ടു
സോ ഹിയർ ഇത് ഒരു പ്രോപ്പർട്ടി എപ്പോഴും നിങ്ങൾ മനസ്സിൽ വെക്കുക. അതായത് ഏതൊരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എടുക്കുകയാണെങ്കിലും ടി ഓഫ് സീറോ എന്നാൽ എപ്പോഴും സീറോ തന്നെ ആയിരിക്കും. ഓക്കെ, അത് ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ്റെ പ്രോപ്പർട്ടിയാണ്. നിങ്ങൾ ഇതിപ്പോൾ R2 to R3 എടുക്കുകയാണെങ്കിൽ ടി എടുക്കുകയാണെങ്കിൽ ടി ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണെങ്കിൽ ടി ഓഫ് 0 എന്നാൽ എപ്പോഴും 0 0 0 ആയിരിക്കും. ഇത് എവിടുത്തെ 0 ആണ്? R2 0 ആണ്. ഇത് എവിടുത്തെ 0 ആണ്? R3 0 ആണ്. ഇത് V ആണ്, ഇത് W ആണ്. അപ്പോൾ 0 എപ്പോഴും അത് ആ അഡിറ്റീവ് ഐഡന്റിറ്റിനെ എപ്പോഴും അഡിറ്റീവ് ഐഡന്റിറ്റിയിലേക്ക് തന്നെ മാപ്പ് ചെയ്യും. അതാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ സെക്കൻഡ് കണ്ടീഷൻ എന്ന് വെച്ചാൽ ടി പ്രിസർവ്സ് ലീനിയർ കോമ്പിനേഷൻ. അതായത് ഇതാണ്, അതായത് ടി ഓഫ് C1 α1 പ്ലസ് എക്സെട്ര പ്ലസ് CN ആൽഫ എന്ന് പറഞ്ഞാൽ C1 ടൈംസ് ടി α1 പ്ലസ് C2 ടൈംസ് ടി α2 എക്സെട്ര CN ടൈംസ് ടി ആൽഫ എന്ന് വരും. അതാണ് ലീനിയർ കോമ്പിനേഷൻ എഴുതിയിട്ട് അതിന്റെ മുകളിൽ ടി ഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ആ C1 ഇൻറ്റു ടി ഓഫ് α1 പ്ലസ് എക്സെട്ര പ്ലസ് CN ഇൻറ്റു ടി ഓഫ് ആൽഫ എന്ന് എഴുതാൻ പറ്റും. ഓർ സിമ്പിൾ കേസ് പറയുമ്പോൾ ടി ഓഫ് C1 α1 പ്ലസ് C2 α2 എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? ഇപ്പൊ നിങ്ങൾക്കറിയാം C1 ആൽഫ പ്ലസ് ബീറ്റ ഫോമിലാണെങ്കിൽ നിങ്ങൾക്കറിയാം എങ്ങനെ എഴുതേണ്ടത്. അത് എന്ത് വരും? C1 ഇൻറ്റു അല്ലേ, C1 ഇൻറ്റു ടി α1 പ്ലസ് ടി ഓഫ് ബീറ്റ. ബീറ്റ അറിയുമ്പോൾ C2 α2 എന്ന് കിട്ടൂലേ? ഇനി ടി ഓഫ് C2 α2 എന്ത് വരും? അത് ശരിക്കും ടി ഓഫ് C2 α2 പ്ലസ് 0 ഫോമിലാണ്. അത് ശരിക്കും എന്താ വരിക? C2 ഇൻറ്റു ടി α2 പ്ലസ് ടി ഓഫ് 0 എന്ന് വരും. ടി ഓഫ് 0 എന്താണ്? 0 ആണ്. അപ്പോൾ C2 ഇൻറ്റു ടി α2 പ്ലസ് 0 വരുമ്പോൾ C2 ടി α2 വരും. അപ്പോൾ ഇത് എന്ത് കിട്ടി? C1 ടി α1 പ്ലസ് C2 ടി α2. അതേപോലെ നിങ്ങൾക്ക് ഇത് മൊത്തം ഇതൊരു ലീനിയർ കോമ്പിനേഷൻ ആയിരുന്നല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ജനറലൈസ് ചെയ്യാൻ പറ്റും. ഇത്രയേ ഉള്ളൂ. ആ പ്രൂഫ് ജനറലൈസ് ചെയ്ത് നമുക്ക് ഇതിന്റെ പ്രൂഫും കിട്ടും. അപ്പം ഈ കണ്ടീഷൻസ് ഒക്കെ മനസ്സിൽ വെക്കാം. ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾ മനസ്സിലേക്ക് ഓടി വരേണ്ടത് ആ ലീനിയാരിറ്റി കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. ടി ഓഫ് C ആൽഫ പ്ലസ് ബീറ്റ എന്നത് ആയിരിക്കണം. അതുപോലെ ടി ഓഫ് 0 എപ്പോഴും 0 ആയിരിക്കണം. അതുപോലെ ഈ ലീനിയർ കോമ്പിനേഷൻസ് പ്രിസർവ് ചെയ്യണം. ഇതൊക്കെ നിങ്ങൾ മനസ്സിൽ പെട്ടെന്ന് ഓടി വരണം. അപ്പോൾ പെട്ടെന്ന് നിങ്ങളോട് ഒരാൾ ചോദിക്കുക അത് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണോ ചെക്ക് ചെയ്യണം, നിങ്ങളിത് മാത്രം നോക്കിയാൽ മതി. ടി ഓഫ് 0 അല്ലെങ്കിൽ ഒറ്റടിക്ക് നിങ്ങൾക്ക് പറയാം ലീനിയർ ട്രാൻസ്ഫോർമേഷൻ അല്ല എന്ന്. അങ്ങനെയും പറയാം. അതായത് ഇപ്പം ഒരു മാപ്പിംഗ് നിങ്ങൾക്ക് തന്നു, ടി ഫ്രം R2 to R3 തന്നു. ടി ഓഫ് XY തന്നെ നിങ്ങളോട് പറയണം അത് XY 2 ആണ് തന്നു. ഓക്കെ, Z അല്ല 2, XY 2 തന്നു. ഇത് ഒറ്റടിക്ക് നിങ്ങൾക്ക് പറയുന്നത് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ അല്ല. കാരണം ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണെങ്കിൽ ടി ഓഫ് 0 എങ്ങോട്ട് മാപ്പ് ചെയ്യണം? 0 0 0ലേക്ക് മാപ്പ് ചെയ്യണം. പക്ഷെ ഇവിടെ എങ്ങോട്ടാണ് മാപ്പ് ചെയ്യുന്നത്? ഇവിടെ X ഉം Y ക്കും 0 എടുത്താൽ നമുക്ക് എന്താ കിട്ടുക? 0 0 2 എന്ന് കിട്ടും. ദാറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു 0 0 0 അല്ലേ? അപ്പൊ അതിന്റെ മീനിങ് എന്താ? ടി ഓഫ് 0 അല്ല. അപ്പൊ തന്നെ നിങ്ങൾക്ക് എന്ത് പറയാം? അത് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ അല്ല എന്ന് പറയും. അപ്പൊ ഇതൊരു നെസറി കണ്ടീഷൻ ആണ്. അത് ടി ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എന്തായാലും സാറ്റിസ്ഫൈ ചെയ്തേ പറ്റും, സാറ്റിസ്ഫൈ ചെയ്യും. അതാണ് നെസറി കണ്ടീഷൻ എന്ന് പറഞ്ഞത്. അപ്പം അതായത് ടി ഇസ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ V to V ആണെങ്കിൽ ദെൻ ടി ഓഫ് 0 ഈക്വൽ ടു 0 എന്നാണ്. അതായത് അതൊരു നെസസറി കണ്ടീഷൻ ആണ്. ഓക്കെ, അപ്പൊ ഈ കേസിൽ ഈ പ്രോപ്പർട്ടീസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഇനി ഒരു റിസൾട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഇനിയിപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്ത് എനിക്ക് ഇപ്പം തീരില്ല, കുറച്ച് സമയം എടുക്കും. അപ്പം ഞാനിത് അടുത്ത ക്ലാസ്സിൽ പറയാം. റിസൾട്ട് ഇത്രയേ ഉള്ളൂ. റിസൾട്ട് ജസ്റ്റ് ഒന്ന് ഞാൻ പറയാം. നിങ്ങൾ ടി ഫ്രം ഒരു വെക്ടർ സ്പേസ് ടു ഒരു വേറെ വെക്ടർ സ്പേസ് എടുക്കാമെന്ന് വിചാരിക്കാം. ഒരു വിന്റെ ഒരു ഓർഡേഡ് ബേസ് നിങ്ങൾ എടുക്കുകയാണ്. ആൽഫ ടു എക്സെട്ര ആൽഫ എന്ന് പറഞ്ഞ ഒരു ഓർഡേഡ് ബേസ് എടുക്കുകയാണ്. W നിങ്ങൾ ഏത് n വെക്ടേഴ്സ് എടുത്തോളൂ. ഒരു ബീറ്റ ടു എക്സെട്ര ബീറ്റ n, ഏതെങ്കിലും n വെക്ടേഴ്സ്. ഓക്കെ, ഏതെങ്കിലും ഏതും എടുക്കാം, ഏത് n വെക്ടേഴ്സ് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ടി ഓഫ് ആൽഫ ഐ ഈക്വൽ ടു ബീറ്റ ഐ, അതായത് ടി ആൽഫ 1 ഈക്വൽ ടു ബീറ്റ 1, ടി ആൽഫ 2 ഈക്വൽ ടു ബീറ്റ 2 എക്സെട്ര ടി ആൽഫ n ഈക്വൽ ടു ബീറ്റ n എന്ന് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരൊറ്റ ടി ഉണ്ടാവുള്ളൂ, ഒരു യുണീക്ക് ടി ഉണ്ടാവുള്ളൂ. അതിങ്ങനെ ഒരു മാപ്പിംഗ് എടുക്കുകയാണെങ്കിൽ ഈ കിട്ടിയ ടി എന്ന് പറഞ്ഞ സാധനം അതൊരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കും, അത് ഒരു യുണീക്ക് മാപ്പിംഗ് ആയിരിക്കും. ഇതാണ് റിസൾട്ട് പറയുന്നത്. എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് വെച്ചാൽ, ഒരു പ്രോബ്ലം നിങ്ങൾക്ക് തരാം. ഞാൻ ഇവിടെ ഞാൻ R2 രണ്ട് എലിമെന്റ്സ് തന്നു, R3 രണ്ട് എലിമെന്റ്സ് തന്നു. എന്നിട്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങളോട് ഈ R2 നിന്ന് R3യിലേക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കാൻ പറയും, ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കാൻ പറയും.
അപ്പോൾ രണ്ടുപേര് ചെയ്താൽ രണ്ടാൾക്കും ഡിഫറെന്റ് ആൻസർ കിട്ടൂല, ഒറ്റ ആൻസറേ കിട്ടുള്ളൂ. കാരണം എന്താ, ഈ റിസൾട്ട് അതുകൊണ്ടാണ് പറയുന്നത്. അതായത് നിങ്ങൾ ഒരു ഓർഡർ ബേസിസ് നിങ്ങൾ ഫിക്സ് ചെയ്തിട്ട് നിങ്ങൾ ഏത് രണ്ട് വെക്ടേഴ്സ് എടുത്താലും ഈ എലിമെന്റ്സിന് ഈ β1 α1 β1ലേക്കും α2 β2ലേക്കും മാപ്പ് ചെയ്യുന്ന ഒരൊറ്റ ടി ഉണ്ടാവുള്ളൂ, യുണീക്ക് ആയിട്ട് ഒറ്റ ടി ഉണ്ടാവുള്ളൂ. ഇതും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നിങ്ങൾക്ക് ഇങ്ങനെ മാപ്പിംഗ് എലിമെന്റ്സ് എന്നിട്ട് നിങ്ങളോട് പറയും ഫൈൻഡ് ദ കറസ്പോണ്ടിങ് ടി എന്ന് പറയും. എല്ലാവർക്കും ഒരേ ഉത്തരേ കിട്ടുള്ളൂ, ഒന്ന് കൂടുതൽ ഉത്തരം കിട്ടില്ല, കാരണം അത് യുണീക്കാണ്. ഓക്കെ, അതുകൊണ്ട് ഇവിടെ പറയുന്ന റിസൾട്ട് അതാണ്. അപ്പോൾ ടി ഫ്രം വി ടു ഡബ്ല്യു ആണെങ്കിൽ ഒരു ബേസിസ് എടുക്കുക, വിയിലുള്ള ബേസ് എടുത്തിട്ട് ആ ബേസിസ് എലിമെന്റ്സിനെ നിങ്ങൾ മാപ്പ് ചെയ്യുന്ന കുറച്ച് ബീറ്റായിസ് എടുക്കുക. അതിപ്പം ബേസിസ് ആവണമെന്നില്ല, ഇതിപ്പോ ഈ സെറ്റ് ഇപ്പൊ ഡബ്ല്യുവിന്റെ ബേസിസ് ആവണമെന്നില്ല, ജസ്റ്റ് ഒരു കളക്ഷൻ ഓഫ് എൻ വെക്ടേഴ്സ് എൻ വെക്ടേഴ്സ് എന്നേ പറയുന്നുള്ളൂ. പക്ഷെ അവർ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അത് ടി ഓഫ് α1 β1 ആണ്, ടി ഓഫ് α2 β2 ആണ്, എക്സെട്ര ടി ഓഫ് α1 βn ആണ്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരൊറ്റ സിംഗിൾ ടിയെ ഒരൊറ്റ ഫംഗ്ഷൻ ഉണ്ടാവുള്ളൂ. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ പ്രോബ്ലം ചെയ്യാം, നമുക്ക് ആ ടി കണ്ടുപിടിക്കാം ഏതാണ് ആ യൂണിറ്റ് ടി. ആ റിസൾട്ട് പറഞ്ഞതിന് ശേഷം നമുക്കത് ചെയ്യാം. ഓക്കെ, ഇത് സിമ്പിൾ റിസൾട്ട് ആണ്, ഡയറക്റ്റ് റിസൾട്ട് ആണ്, അത്ര അധികമൊന്നുമില്ല, എന്നാലും വിൽ ഡിസ്കസ് ടുമാറോ. ഓക്കെ, അപ്പം എന്തെങ്കിലും സംശയം ഉണ്ടോ ഇത്രയും പറഞ്ഞാല്? ഇല്ല സർ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, എന്നാ നിങ്ങൾക്ക് എക്സാം ആയിട്ടത്? എക്സാം അവിടെ നിൽക്കട്ടെ അല്ലേ? ഞാൻ സർ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും. ഞങ്ങൾക്ക് ഇനി നാളെ മുതൽ ഓൺലൈൻ ക്ലാസ് ആണ്, അപ്പൊ നമുക്ക് ക്ലാസ് പകല് സമയത്തേക്ക് മാറ്റാൻ പറ്റും? നാളെ മുതൽ പറ്റുമോ പകൽ സമയത്തൊക്കെ? പകൽ സമയം നാളെ ഓൺലൈൻ ക്ലാസ് ആണ്, പറ്റും നാളെ സർ. മുതൽ. നിങ്ങൾക്ക് ഏതൊക്കെ ടൈമാണ് ക്ലാസ് ഉള്ളത് ഇപ്പൊ? ഞങ്ങൾക്ക് അങ്ങനെ എന്നും കറക്റ്റ് ടൈമിലല്ല, ഈ കുറച്ച് രാവിലെ ഓൺലൈൻ ഉണ്ടാവാറില്ല, ലീനിയർ ഓൺലൈൻ പൊതുവെ എടുക്കാറില്ല, അപ്പൊ ആ ഒരു ടൈം ഏതായാലും. ഓക്കെ ഓക്കെ. അത് ഏതാ ടൈം എപ്പോഴാണ് എടുക്കാറ് സാധാരണ? നമ്മള് പറയാം. നിങ്ങൾ നോക്കിയിട്ട് പറയും. എനിക്ക് രാവിലെ സമയം മീൻസ് എനിക്കൊരു 8 to 9:30 9:45 ഞാൻ ബിസി ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് കുഴപ്പമില്ല. ശേഷം നാളെ എനിക്ക് വേറൊരു ക്ലാസ് ഉണ്ട്, ഒരു 10:30 ഒരു ക്ലാസ് ഉണ്ട്, 10:30 to 11:30. അത് വേറെ ഇവിടെ കോളേജിൽ ഒരു ക്ലാസ് എടുക്കാം. നാളത്തെ ബാക്കി എല്ലാ ദിവസം ഓക്കെയാണ്. എനിക്ക് ജസ്റ്റ് രാവിലെ മോക്ക് ക്ലാസ് ഉണ്ട്, എൻ്റെ കുട്ടി ക്ലാസ് ഉണ്ട്. അപ്പോൾ ആ ടൈമിന് ഇപ്പോൾ എൻ്റെ വൈഫ് വർക്കിംഗ് ആണ്, തൽക്കാലം ഞാൻ വീട്ടിലാണ്, കാരണം ഞാനിപ്പോൾ ഫീസ് സബ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ജോയിൻ ചെയ്തില്ല എവിടെയും. അപ്പം ഈ ടൈം ഞാൻ ഫ്രീ ആണ്, വീട്ടിലുണ്ടാവും. ഞാൻ ജോയിൻ ചെയ്യുന്നവരെ എവിടെയും ജോയിൻ ചെയ്യുന്നവരെ ഞാൻ ഫ്രീ ആണ്. അഥവാ പെട്ടെന്ന് ഞാൻ ജോയിൻ ചെയ്യുകയാണെങ്കിൽ പിന്നെ നമുക്ക് അക്കോർഡിംഗ്ലി നമുക്ക് ടൈം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. എന്നാലും നിങ്ങൾ ടൈം പറയും. സാറ് ഫ്രീ ആകുമ്പോ ഒന്ന് ഗ്രൂപ്പിൽ പറഞ്ഞാൽ മതി, ഞങ്ങള് ക്ലാസ്സിൽ പറയുന്നുണ്ട്. അതെന്താ പ്രശ്നം? ഞാൻ പെട്ടെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് എല്ലാവർക്കും സമയത്ത് എത്താൻ പറ്റിക്കോണമെന്നില്ലല്ലോ, അതാ പ്രശ്നം. ഞാനിപ്പോൾ 1 മണിക്കൂർ മുമ്പ് പറയാണ് ഈ സമയത്ത് ക്ലാസ് ഉണ്ടാകുന്ന എനിക്ക് ബുദ്ധിമുട്ടാകും. ഒരു സിംഗിൾ ടൈം ആണെങ്കിൽ എല്ലാവർക്കും ഒരു സൗകര്യമാണല്ലോ, ആ സമയത്ത് ഉണ്ടാവുന്ന ഒരു പ്രതീക്ഷ നമുക്ക് വരുമല്ലോ. മറ്റിങ്ങനെ മാറി മാറി കളിക്കുമ്പോൾ അത് ആകെ ഒരു ഇതാവും. നമുക്ക് രാവിലെ ആഫ്റ്റർനൂൺ ആയാലും കുഴപ്പമില്ല. അത് എന്താ വെച്ചാൽ ചില ദിവസങ്ങളിൽ നമുക്ക് നോക്കാം. നമുക്ക് നിങ്ങൾ എന്താണ് ഡിസ്കസ് ചെയ്യുക, ഗ്രൂപ്പ് പറഞ്ഞാൽ മതി. ഗ്രൂപ്പിൽ നിങ്ങൾ ഒരു ടൈം പറയും, നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള 2-3 സ്ലോട്ട്സ് നിങ്ങൾ പറയും, ടൈമേ എപ്പോഴെങ്കിലും നമുക്ക് അതിനനുസരിച്ച് നമുക്ക് നോക്കാം. എന്തായാലും ഈ ഒരു 8 to 9:45 ഒന്ന് നിങ്ങൾ ഒഴിവാക്കിയിട്ട് പറയാം. ഇപ്പൊ നേരത്തെ കിടക്കണം, നേരത്തെ എടുക്കുക, എനിക്ക് കുഴപ്പമൊന്നുമില്ല. മീൻസ് നിങ്ങൾക്ക് വളരെ രാവിലെയൊക്കെ എണീക്കാൻ താല്പര്യം ആൾക്കാരാണെങ്കിൽ രാവിലെ എടുക്കുന്ന ക്ലാസ് കംപ്ലീറ്റ് ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാം. വേണമെങ്കിൽ ചെയ്യാം, എനിക്കതൊന്നും പ്രശ്നമില്ല. നിങ്ങളിപ്പോ എങ്ങനെ നിങ്ങൾ എണീക്കാനൊക്കെ മടിയുള്ളവരാണെങ്കിൽ പിന്നെ വീട്ടില് പണികളുണ്ടാവും, അപ്പൊ എല്ലാം കൂടി ബുദ്ധിമുട്ടാണ് രാവിലെ. അപ്പം എന്തായാലും നോക്കാം, നിങ്ങൾ ഗ്രൂപ്പിൽ പറയും. ബാക്കിയുള്ള ക്ലാസ്സസിന്റെ ടൈം നോക്കൂ, എന്നിട്ട് നിങ്ങൾ ഗ്രൂപ്പിൽ പറഞ്ഞാൽ മതി എന്നോട്. എങ്ങനെയാണ് 2-3 സ്ലോട്ട്സ് പറയും നിങ്ങൾ കേട്ടോ. ഈ വൈകുന്നേരത്തെ ക്ലാസ് ഒഴിവാക്കാൻ പറ്റി നല്ലതാണ്, കാരണം നമുക്ക് വൈകിട്ട് പല ആവശ്യങ്ങളും ഉണ്ടാവില്ല, എവിടെയൊക്കെ പോകാനേ. അപ്പൊ അതിപ്പം കുറെ ദിവസമായിട്ട് നടക്കാറില്ല. അത് നടക്കാത്തപ്പോൾ ഞാൻ അധികം ഞാൻ റെക്കോർഡ് ക്ലാസ് ഇടാറ്, എനിക്ക് പെട്ടെന്ന് അത്യാവശ്യം വരുമ്പോൾ. ഇപ്പൊ ലൈവ് ആകുമ്പോഴേ അതിന്റെ ഒരു സുഖം കിട്ടുള്ളൂ, നമുക്ക് ക്ലാസ് ഡിസ്കഷൻ നന്നാവുള്ളൂ. മറ്റ് റെക്കോർഡ് ക്ലാസ് ആകുമ്പോൾ എന്താ വെച്ചാൽ അത്ര അങ്ങോട്ട് എഫക്റ്റീവ് ആവില്ല.
മാക്സിമം ലൈവ് എടുക്കണം. അപ്പം നിങ്ങൾ ഇത് ഒന്ന് പറഞ്ഞാൽ മതി, നിങ്ങൾ ഒന്ന് ഡിസ്കസ് ചെയ്ത് പറഞ്ഞാൽ മതി. ഓക്കെ, ഗ്രൂപ്പിൽ പറയാം. 2-3 സ്ലോട്ട്സ് നിങ്ങൾ ഡിസ്കസ് ചെയ്ത് പറഞ്ഞാൽ മതി. ഓക്കെ, എന്നാൽ ശരി, നമുക്ക് അടുത്ത ക്ലാസ് കാണാം. ഓക്കെ.